രാഹുൽ എന്ന് പറയുന്ന വലിയൊരു ഡയറക്ടർ, ഇപ്പോൾ വൈനോട്ട് സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനി, ഇവരൊക്കെ എന്നെ വിശ്വസിച്ചേക്കുവാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ. ഇവിടെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇവിടെ ആളില്ലാത്തതുകൊണ്ടല്ല. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ രാഹുൽ എന്നെ എന്തിനാണ് ഈ ഒരു ഓഡിഷൻ പോലും ഇല്ലാതെ ഇതിലേക്ക് എടുത്തതെന്ന് സിനിമ കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ. സിനിമ തുടങ്ങുന്ന ആ സമയത്ത് ചോദിച്ചാൽ ചിലപ്പോൾ എന്നാൽ നമുക്കൊരു ഓഡിഷൻ നടത്തിയാലോ എന്നങ്ങനെ ചിന്തിച്ചാലോ എന്ന് കരുതിയിട്ട് ഞാൻ അപ്പോഴൊന്നും പറഞ്ഞില്ല. സിനിമ കഴിഞ്ഞിട്ട് ബാക്കപ്പ് വിളിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, പോറ്റി മധുസൂദനം പോറ്റി എന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നമ്മുടെ കൊടുമൺ പോറ്റിയായിട്ടെന്തെങ്കില ചേട്ടൻ. എനിക്ക് സീരിയസ്ലി പടം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ആദ്യത്തെ ഷോ കഴിയുമ്പോഴാണ്. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല സിനിമകളെല്ലാം ഈ ഹൊറർ മൂഡിലുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, ഇതിലെവിടെയാ ഹൊറർ? എനിക്ക് മനസ്സിലായില്ല. കുറേ സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഒന്നും ടെൻഷൻ അടിക്കണ്ട, അതെല്ലാം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടായിരിക്കും. എനിക്ക് അപ്പം ഇത് എടുത്തു വരുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും. പ്രണവ് എപ്പോഴും നല്ലൊരു ആക്ടറാണ്, ഗംഭീര ആക്ടറാണ്. പുള്ളി ഇതുവരെ ചെയ്ത സിനിമകളുടെ സ്വഭാവം വേറെയായിരുന്നു. ആ സിനിമ ഡിമാൻഡ് ചെയ്ത കൃത്യമായിട്ടുള്ള അഭിനയം പുള്ളി കൊടുത്തിട്ടുണ്ട് അവിടെ. ഇവിടെ വേറൊരു തരം സിനിമയിലേക്ക് ഒരു ഹൈ ആയിട്ടുള്ളൊരു പെർഫോമൻസിന് സാധ്യത വന്നപ്പോഴാണ് പുള്ളി അങ്ങനെ പെർഫോം ചെയ്തത്. എന്നെ 8ാമത്തെ വയസ്സിൽ എൻ്റെ ആദ്യമായിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഒരു ബാലതാരങ്ങൾ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ അച്ഛനാണ്. സെലക്ഷനായിട്ടും സിനിമ നടക്കാതെ പോയതാണ്. എൻ്റെ ആദ്യത്തെ അനുഭവം അതാണ്. ഫസ്റ്റ് സിനിമയിൽ തന്നെ ലീഡ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് 1 മാസത്തെ ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് നടക്കാതെ പോയതാണ് എൻ്റെ ആദ്യ സിനിമ കഥ എന്ന് പറയുന്നത്. ഈ ഒരു പോറ്റി എന്നുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ DS എന്ന് പറഞ്ഞ സിനിമയാണ് ആക്ച്വലി എന്നെ ഇപ്പോൾ എന്നോട് കൊണ്ടിരുത്തേക്ക്. ഇതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിലൊരു മൈൽ സ്റ്റോൺ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോറ്റി അല്ലെങ്കിൽ ഈ ഒരു സിനിമ ആണ് എന്നെ ഇവിടെ കൊണ്ടിരുത്തേക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റം. ജിബിൻ ഗോപിനാഥാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ജിബിൻ ഗോപിനാഥ് എന്ന് പറയുന്ന ആക്ടറെ അല്ലെങ്കിൽ ഒരു ലീവിലുള്ള പോലീസുകാരനെ മലയാളി പ്രേക്ഷകർ സത്യത്തിൽ ആദ്യം കാണുന്നത് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലത്ത്. പോലീസിനെ കണ്ടാൽ പോലീസിനോട് നല്ല രീതിയിൽ ആളുകൾക്കൊരു അമർഷമൊക്കെ ഉണ്ടാകുന്ന കാലത്താണ് പോലീസിൻ്റെ എന്നാൽ ഒരു അവയർനെസ്, ഫണ്ണ്, അങ്ങനെ ഒരു പെർഫോമൻസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ സീരീസിലൂടെയാണ്. അത് വീഡിയോ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടൊക്കെ, അതായത് അതിൻ്റെ ട്രോളും വിമർശനവും പുറത്തിറങ്ങിയ പോലീസ് പിടിക്കുന്നുള്ളൊരു സിനാരി വന്ന കാലത്താണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു കുട്ടിക്കാലം മുതലേ മനസ്സിലുള്ളൊരു അഭിനേതാവിനെ എല്ലാ നിലയ്ക്കും പുറത്തിറക്കി വിട്ടാൻ കിട്ടിയ അവസരം കൂടിയായിരുന്നല്ലേ അത്? തീർച്ചയായിട്ടും അതാണ് കാര്യം. ആൾക്കാർ പുറത്തിറങ്ങാതിരുന്നൊരു സമയത്ത് ഈ ആ ഒരു എന്താ അന്നത്തെ ഒരു സിസ്റ്റം അറിയാലോ ആർക്കും. അടുത്തടുത്ത് നിൽക്കാൻ പോലും, സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാവരും ടിവിയുടെയും ഇതിലും മാത്രമായിട്ട് വേറെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ പോലീസ് എന്താണ് ഏതൊരു സമയത്തും ജോലി ചെയ്യാൻ നിർവാഹം ഉള്ളവരാണ് പോലീസ്. അപ്പോൾ എങ്ങനെ ആൾക്കാർക്കിടയിൽ ഇതിൻ്റെ ഒരു ഭീതി കുറയ്ക്കാം, ആൾക്കാർക്കൊരു അവയർനെസ് കൊടുക്കാം എന്നുള്ളൊരു നമ്മുടെ മനോജ് എബ്രഹാം സാറിൻ്റെ DGP അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ സെല്ലുണ്ട്. എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു ചിന്തയുടെ പുറത്തുണ്ടായതാണ് ആ വീഡിയോ. ആൾക്കാർക്ക് ഭീതി വേണ്ട, നമ്മൾ ജാഗ്രത മതി എന്നുള്ള ഒരു സംഭവം കൊടുക്കാനായിട്ട് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഭയങ്കര വേറെ ലെവലിലേക്ക് കയറി പോവായിരുന്നു. അതെ, ജിബിനെ സംബന്ധിച്ചിടത്തോളം DSR എന്തൊക്കെ പറഞ്ഞാലും അതൊരു മൈൽ സ്റ്റോൺ ആണ്, ഗെയിം ചേഞ്ചിങ് ആണ്. ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്കറിയാം കഠിനമായ പ്രയത്നങ്ങളുണ്ട്. സിനിമയ്ക്ക് പിന്നാലെയുള്ള വലിയ യാത്രയാണ്. അപ്പോൾ യാത്രക്കിടയിൽ ഭയങ്കര ഒരു ബ്രേക്ക് കിട്ടിയിട്ടുള്ള സിനിമയാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൊടുമൺ പോറ്റിയിലെ ഒരു പെർഫോമൻസിൻ്റെ നിറവിന് മമ്മൂക്ക ബെസ്റ്റ് ആക്ടർ ആയതിനു ശേഷം നമ്മൾ ചർച്ച ചെയ്യോട് കൂടിയാണ്. അങ്ങനെ ഒരു പോറ്റിയുടെ കുടുംബത്തിലെ മറ്റൊരു ഇളം തലമുറ എന്നുള്ള രീതിയിൽ കൂടിയാണ് അങ്ങനെ ഒരു യൂണിവേഴ്സൊക്കെ കണക്ട് ചെയ്യുന്നത്. ആളുകളത് ഡീകോഡ് ചെയ്തെടുക്കുന്നത് അങ്ങനെയാണ്. ശരിക്കും എങ്ങനെ ഈ പറയുന്ന സിനിമയ്ക്ക് ശേഷമുള്ളൊരു ജീവിതം അല്ലെങ്കിൽ ഹാപ്പിനെസ് അത് എത്രത്തോളം ഉണ്ട്? അത് ഭയങ്കരമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ സിനിമയുടെ ആദ്യത്തെ ഷോ, പ്രീമിയർ ഷോ കഴിയുന്നത് വരെ എനിക്ക് ഒരു ധാരണയില്ല ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്താണ് അവിടെ കാണിച്ചു വെച്ചേക്കുന്നത്, ഇതിൻ്റെ ആൾക്കാർ എങ്ങനെ എടുക്കും, ഇതിനെപ്പറ്റി ഒരു യാതൊരു വിധത്തിലുള്ള ഒരു അവയർനെസ് എനിക്ക് ഇല്ലായിരുന്നു വേണം പറയാൻ. എനിക്ക് ആദ്യം ഉണ്ടായതൊരു സമാധാനമാണ്. കാര്യം ഈ ഒരു 7-8 മാസത്തെ ഈ പ്രോസസ്സിനിടയ്ക്ക്, കാര്യം ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് രാഹുൽ സദാശിവൻ, അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകൾ ഇവിടെ ഉണ്ടാക്കിയോളം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു സംഭവമുണ്ട് ആൾക്കാർക്ക്. ഇതൊക്കെ ഞാനായിട്ട് ബ്രേക്ക് ചെയ്യുമോ എന്നൊരു ടെൻഷൻ ഭീകരമായിട്ട് എനിക്കുണ്ട്. നമ്മൾക്ക് അല്ല, നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറവ് ചിലപ്പോൾ അല്ലേ ഭീകരമായിട്ടുണ്ട്. നമ്മൾ ചെയ്ത സാധനത്തിന് അദ്ദേഹം ഓക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമയിൽ വന്നേക്കുന്നത്. ആത്യന്തികമായിട്ട് ആൾക്കാർ കാണുന്നത് എന്ത് ഓക്കെ ഷോട്ടായി എന്നുള്ളതൊന്നുമല്ല, നമ്മൾ ഈ TV അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ട സാധനം അതിനാണ് വിലയിരുത്തലുണ്ടാകുന്നത്.
അപ്പം അതിന് ഞാനായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി വെക്കുമോ എന്നുള്ള വല്ലാത്തൊരു ഭീതി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ആ പ്രീമിയർ ഷോയിലെ നിറഞ്ഞ കയ്യടിയും അവിടെ വന്ന് കണ്ട ആൾക്കാരുടെ ആ ഒരു അവരുടെ അഭിപ്രായങ്ങളും കണ്ടപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടൊരു സമാധാനം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായത്. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ ഈ നിമിഷം വരെ ഞാൻ തുറന്ന് പറയുന്നതിൽ ഒന്നും തോന്നരുത്. ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂസ് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യൂവിൻ്റെ. തുറന്ന് ഇപ്പോൾ പറയുന്നതാ. എനിക്ക് എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഈ ഒരു പോറ്റി എന്നുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ DSR എന്ന് പറഞ്ഞ സിനിമയാണ് ആക്ച്വലി എന്നെ ഇപ്പോൾ എന്നിവിടെ കൊണ്ട് ഇരുത്തിയേക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിലൊരു മൈൽ സ്റ്റോൺ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോറ്റി അല്ലെങ്കിൽ ഈ ഒരു സിനിമ ആണ് എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയേക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങൾ. ഇപ്പോൾ DSR നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മധുസൂദനൻ പോറ്റി എന്നുള്ള പേരിൻ്റെ വലിപ്പത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് പിന്നീട് എത്തുന്നത്. എന്നാൽ പോലും പോറ്റിയിലാണ് സിനിമ തുടങ്ങുന്നത്, പോറ്റിയുടെ കാഴ്ചയിലാണ് സിനിമ തുടങ്ങുന്നത്. പോറ്റി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നിടത്താണ് സിനിമയുടെ ഒരു കഥാന്ത്യം എന്ന് പറയുന്ന സാധനം. അങ്ങനെ അതൊരു സ്പോയിലർ അല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശരിക്കും ഈ സിനിമ പ്രണവിനൊപ്പം തുടർച്ചയായിട്ടുള്ള അതിൻ്റെ ജേണിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ ക്യാരക്ടർ ആർക്കും ഭയങ്കര രസമുള്ളതാണ്. കാരണം അതിലൊരു നിഗൂഢത വേണം, ഭീതി വേണം, എന്നൊരു പൂർണ്ണമായിട്ട് പിടി വിട്ടുകൊടുക്കാത്ത ആള്. ഇപ്പം നമുക്ക് തന്നെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രേത പശ്ചാത്തലം ഉണ്ടോ, അങ്ങനെ ഒരു തരം ആ സിനിമയുടെ മുഴുവൻ ഒരു ക്യൂരിയസ് ഫാക്ടർ കൊണ്ടുപോകുന്നൊരു ക്യാരക്ടറാണല്ലോ. ശരിക്കും രാഹുൽ സദാശിവൻ തന്നൊരു ബ്രീഫും ഒരു ക്യാരക്ടർ നോട്ടും ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള ഐഡിയ പറയുന്നു, പെർഫോമൻസിന് പുള്ളി പറഞ്ഞൊരു മീറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് എനിക്കും പ്രണവിനും മാത്രമാണ് തന്നിട്ടുള്ളത്. സിനിമയ്ക്ക് മുന്നേ സ്ക്രീൻ പ്ലേ കൃത്യമായിട്ട് തന്നിട്ടുള്ളത്. മീൻസ് അമ്മാതിരി ഒരു സീക്രസി ഉള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ മൂവിലും സിനിമ തുടങ്ങുന്നതും തീരുന്നതും പോലും ആരും അറിയാറില്ല. അമ്മാതിരി ഒരു സംഭവമാണ് അദ്ദേഹം. അപ്പോൾ ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിട്ട് ഇത് മൊത്തം വായിച്ചു വെക്കുക എന്ന് പറഞ്ഞു. ഇതൊന്ന് എന്താണ് സീൻ വൈസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഒരു കാരണവശാലും ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ നടത്തരുത്. ഒരു വിധത്തിലുള്ള പ്രിപ്പറേഷൻ വേണ്ട. ആകെ നിങ്ങൾ ജിബിൻ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഒന്ന് പറ്റുമെങ്കിൽ താടിയും മുടിയിനിയൊന്നും വെട്ടാതിരിക്കുക. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു 3 മാസം എനിക്ക് തരിക. വേറെ സിനിമകൾക്ക് വേണ്ടി ഒരു ഡേറ്റ് കൊടുക്കാതിരുന്നാൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ള ഒറ്റ ഇൻസ്ട്രക്ഷൻ. ബാക്കി എനിക്ക് സ്ക്രീനിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഏറ്റു. വേറെ ഒരു ടെൻഷനും വേണ്ട. എന്നെ അങ്ങ് വിട്ടു തന്നാൽ മതി, എന്നെ അങ്ങ് വിട്ടു കൊടുത്താൽ മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കി എല്ലാം നമ്മൾ അവിടെ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. പുള്ളിക്ക് ഒരു ടൂളായിട്ട് നിന്ന് കൊടുക്കുക, അത് മാത്രം മതി പുള്ളി. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു പോറ്റി ക്യാരക്ടർ മാത്രമല്ല, അതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരു സീനെങ്കിലും ചെയ്ത് വന്ന് പോകുന്നവരുടെ പോലും എങ്ങനെയാണ് പെർഫോം ചെയ്തേക്കുന്നത് എന്നുള്ളത്, അത് ആ ഒരു ഡയറക്ടർ എങ്ങനെയാണ് ആ എഴുതി വെച്ചേക്കുന്ന സാധനം എന്താണ്, ഇന്ന് നമ്മൾ തിയേറ്ററിൽ കാണുന്ന എന്താണോ അത് എഴുതി വെച്ചപ്പോഴേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. പിന്നെ നമ്മളെ പോറ്റി എന്നല്ല, ഇതിലെ ഓരോ ക്യാരക്ടറിനെയും അദ്ദേഹം തന്നെയാണ് ഓരോ മൊമെൻറ്റിലും ക്ലിയർ ആക്കി എടുത്തത്. ഒരു തവണ നമ്മൾ ഈ ക്യാരക്ടറിനെ പിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷോട്ടിൽ കൃത്യമായിട്ട് അവിടെ ആയിരിക്കും. പിന്നെ നമ്മൾ ജിബിൻ എന്നുള്ള ഒരാൾ അവിടെ ഇല്ല. ഈ പോറ്റി എന്ത് റിയാക്ട് ചെയ്യുന്നു അതാണ് നാട്ടുകാർ കാണുന്നത്. ജിബിനോട് റിയാക്ട് ചെയ്തിട്ട് കാര്യമേ ഇല്ല. ഈ പോറ്റി വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ പോറ്റി അവിടെ നമ്മൾ സ്ക്രീനിന്റെ മുന്നിൽ അല്ലെങ്കിൽ ആ ക്യാമറയുടെ മുന്നിൽ കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അത് വളരെ ഈസി ആയിരുന്നു കേട്ടോ. ഇതിന് നമ്മൾ ഭയങ്കര വെയിറ്റ് ഉള്ള സീനെന്ന് വിചാരിക്കുന്നിടത്ത് പോലും ചെയ്യിക്കുന്ന മൊമെന്റിൽ സത്യം പറയാൻ എനിക്കൊന്നും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും പറയുന്നുണ്ട് ആ ക്യാരക്ടർ അതെങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഈ പറയുന്ന വെയിറ്റ് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തിട്ടില്ല. കാര്യം ഞാനവിടെ പോറ്റിയായിരുന്നു. എന്നെ പോറ്റിയാക്കി പുള്ളി അവിടെ നിർത്തിയേക്കുമായിരുന്നു. ഈ ഒരു ഷോട്ടിന്റെ ഒരു ഇപ്പം ആക്ഷൻ വിളിക്കുന്നതിന് കട്ടിനിടയ്ക്ക് മാത്രമേ നമ്മൾ ഏതൊരു ആക്ടർ അവിടെ നിന്നിട്ടുള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടി പ്രത്യേക ഒരു മൂടൊക്കെ സെറ്റ് ചെയ്ത് ആ പരിപാടിയില്ല. അമ്മാതിരി ചില്ലായിട്ട് അവിടെ കൊണ്ടുപോയിട്ടുള്ളത്. അതെ, ഇങ്ങനെയായിരുന്നു നമ്മളെ ഒരു ക്യാരക്ടർ എല്ലാവർക്കും ചെയ്തു തന്നത്. വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ഹൊറർ ഫിലിം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഹൊറർ സിനിമയിൽ തന്നെ ഈ ക്യാരക്ടറിൻ്റെ ഒരു നിഗൂഢത കീപ്പ് ചെയ്യണം. ഈ ക്യാരക്ടറിൻ്റെ മുഖത്തുനിന്നോ അല്ലെങ്കിൽ ശരീര ചലനങ്ങളിൽ നിന്നോ പിടികിട്ടാതിരിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു പിടികിട്ടരുതെന്നുണ്ടല്ലോ, ക്യാരക്ടർ എന്താണ്, അയാളുടെ ഉള്ളിൽ എന്താണെന്നൊക്കെ പിടികിട്ടാതിരിക്കുന്ന ഒരു നിഗൂഢതയുള്ള ക്യാരക്ടറാണല്ലോ. ഇതിൽ തന്നെ ഈ പറയുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള നമ്മൾ പറയുന്ന ഈ ഗോസ്റ്റ് ആയിട്ടുള്ളൊരു പിന്നെ അതിനെ പ്രതിരോധിക്കുന്നതും അതുമായിട്ടുള്ള, ഞാൻ ആ സീൻ റിവീൽ ചെയ്യുന്നില്ല, അത്തരം സീക്വൻസ് വന്ന സമയത്ത് അവിടെ ഒരു സോളോ പെർഫോമൻസ് സ്പേസ് കൂടിയാണല്ലോ കിട്ടുന്നത്. അവിടെ ഈ പറയുന്ന ഒരു കോ ആക്ടർ ഫാക്ടർ ഇല്ല അവിടെ. ആ സീനൊക്കെ പെർഫോം ചെയ്തെടുത്തൊരു അത് പറഞ്ഞിരുന്നു ഇങ്ങനെ പുള്ളിക്കൊരു
അനുഭവം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. അപ്പം അത് പറയുമ്പോൾ നേരത്തെയും പറഞ്ഞ സാധനമാണ്, നമ്മുടെ ഉള്ളിലൊരു ഈ ക്യാരക്ടറുണ്ട്, ക്യാരക്ടർ നമ്മുടെ കൂടെ കൂടെ വന്നിട്ടുണ്ട്. അവിടെ ഞാനെന്നുള്ള വ്യക്തി ഇല്ല. കൃത്യമായിട്ടും അങ്ങനൊരു മൊമെന്റ് പറയുമ്പോൾ ഞാൻ എനിക്കെപ്പോഴും ഞാൻ സീരിയസ്ലി പേഴ്സണലി ഞാനൊരു ഈ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ എടുക്കാൻ ഒരു 2 മിനിറ്റ് ഞാൻ സമയം ചോദിക്കും. ഈ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളിലേക്ക് എനിക്കിത് എടുക്കാനാണ്. ഞാൻ 2 മിനിറ്റ് എനിക്ക് പർപ്പസ്ഫുള്ളി അല്ല, പക്ഷേ അമ്മാതിരി നമുക്കൊരു ഫീല് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കണ്ണടച്ച് നിന്ന് എനിക്കിങ്ങനെ പിടിക്കാനൊരു ടൈം ഞാൻ എടുക്കും. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശത്തിനപ്പുറത്തേക്ക് ഒരു ഒരു സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോറ്റിയായിട്ട് മാത്രമാണ് എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് ആ മൊമെന്റിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പവർ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ടൊരു പവർ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു കോ ആക്ടർ ഇല്ല. ഈ കോ ആക്ടർ എന്ന് പറയുന്നത് നമുക്ക് എന്താ വിസിബിൾ അല്ലാത്തൊരു പവർ മാത്രമാണ്. പക്ഷെ നമ്മൾ കാണുന്ന സമയത്ത് അവിടെ സൗണ്ട് ഈ സിനാരിയോ ഒക്കെ ഉണ്ടല്ലോ, ഷൂട്ട് ചെയ്യുന്ന മൊമെന്റിൽ ജസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ മാത്രമേ ഉള്ളൂ. ഇത് നമ്മളങ്ങ് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പം ഒരു സീനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീരിങ്ങനെ പോകുന്നുണ്ട്. അത് റിയലി ആ സമയത്ത് എനിക്ക് വേറെ ഒന്നും തേച്ചിട്ടോ ഒന്നും വന്നതെന്നല്ല, എനിക്ക് ആ മൊമെന്റിൽ ഞാൻ ആ ഫീല് ചെയ്തതിന്റെ റിയാക്ഷൻ ആയിട്ട് വന്ന കണ്ണീരാണ്. ആ വെപ്രാളം ഞാൻ എന്തെങ്കിലും കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വെപ്രാളം ഞാൻ എൻ്റെ ദേഹത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അമ്മാതിരി ആ ഫീലിലേക്ക് അദ്ദേഹം നമ്മളെ കൊണ്ടുവരും, പറഞ്ഞു തന്ന് ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ ഒന്നുമില്ല, പുള്ളി ഇങ്ങനെ ഇതിൽ നോക്കുകയുള്ളൂ. ഇവിടെ എനിക്ക് പെർഫോമൻസ് അല്ല, ആ സമയത്ത് പെർഫോം അല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ അനുഭവത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാവരുടെയും ഒരു നല്ലത് എന്ന് പറഞ്ഞ് നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട് എന്നുള്ള ഓരോ ഇതും പെർഫോമൻസ് ആയിരുന്നില്ല, ആ അനുഭവമായിരുന്നു. ആ ലൈവായിട്ട് എനിക്കുണ്ടായ അനുഭവം, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും ഉണ്ടായ അനുഭവിച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു കയ്യടി ഉണ്ടായത്. അതിന് ഇവിടെ കോ ആക്ടർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നില്ല വിഷയം. ഈ പൂജാമുറി സീനും അതുപോലെയാണല്ലോ, അതൊരു ലിമിറ്റഡ് സ്പേസിൽ വേറെ രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള സീനാണല്ലോ. അതും ഈ മീൻസ് വൺസ് ഈ മീറ്ററിൽ പെട്ടി താളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സീനും ഒരുപോലെ തന്നെ ഈസിയാണ്. നമുക്ക് ആ സീൻ എന്താണെന്ന് പറഞ്ഞുതരും. ഇപ്പം അത് മാത്രമല്ല, ഒരു ഓപ്പൺ സ്പേസിലൊരു സാധനമുണ്ട്, വളരെ ഡേ ലൈറ്റിൽ ഒരു സാധനമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ തിരിഞ്ഞ് നമ്മൾ റിയാക്ട് ചെയ്യണം. അപ്പോൾ അതാണ് ക്യാമറ പിക്ക് ചെയ്യുന്നത്. നമ്മൾ തിരിയുമ്പോൾ ഉള്ളൊരു സാധനമാണ്, നമ്മൾ അതും കൂടെയാണ് ഒരു ഷോട്ടായിട്ട് വരുന്നത്. നമുക്ക് അവിടെ ഇപ്പോൾ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഈ ശബ്ദം ഉണ്ടാകുമ്പോൾ അവിടെ പല രീതിയിൽ നമുക്ക് റിയാക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ പോറ്റിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പോറ്റി ആദ്യമേ കീപ്പ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ ആറ്റിറ്റ്യൂഡിനുള്ള ടൈം എടുത്ത് ചെയ്താൽ മതി. പുള്ളിക്ക് ഒരു ഹറിബറി ഇല്ല, ഡയറക്ടറിന് ഒരു ഹറിബറി ഇല്ല. ഈ പോറ്റി എന്താണോ എനിക്ക് തന്നേക്കുന്ന ആ പോറ്റിയുടെ രൂപത്തിന്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ പോറ്റി എന്താണോ അത് റിയാക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. അതൊക്കെ ഉണ്ടാക്കുന്ന തിയേറ്ററിൽ ഈ പറഞ്ഞ സൗണ്ടും ബാക്കി എല്ലാ സിസ്റ്റവും കൂടെ വന്നപ്പോഴത്തേക്കും ഭീകരമായ ഒരു സാധനമാണ്. ഈ പറഞ്ഞ ഒന്നുമില്ല, നമ്മൾ സ്ക്രീനിൽ പോലും ഒന്നും കാണുന്നില്ല, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഭയങ്കര ഹൊറർ ഫീലാണ് അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം സൃഷ്ടിച്ചതാണ്, നമ്മുടെ ഉള്ളിലേക്ക് തന്നു ഇങ്ങനൊരു സംഭവമാണ്. എന്നെ ഓരോ ക്യാരക്ടറിനെ അവിടത്തേക്ക് കയറ്റി വിട്ടത് ഡയറക്ടർ കയറ്റി വിട്ടതാണ്. അത് നമുക്ക് ഫീൽ ചെയ്തപ്പോൾ ആ ഫീലിങ്സ് ഡയറക്റ്റായിട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് സംഭവിച്ചത് അവിടെയൊക്കെ. ഒരു ഹൊറർ ഇതിലുള്ള സിനിമയായതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഇത് കാണുമ്പോഴാണ് പശ്ചാത്തല ശബ്ദവും ഓക്കെ, മറ്റുള്ള സിനിമയിൽ മ്യൂസിക്കിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പെർഫോം ചെയ്യാം. പക്ഷേ ഇതിൽ സൗണ്ട് ഡിസൈനും മ്യൂസിക്കൽ എലിവേഷൻ ഒക്കെ നമ്മൾ തിയേറ്ററിൽ എത്തുമ്പോഴാണല്ലോ ഈ ക്യാരക്ടറിന്റെ കൂടെ കാണുന്നത്. ശരിക്ക് മധുസൂദനം പോയിട്ട് ജിബിൻ കാണുമ്പോൾ പോലും അതൊരു തിയേറ്ററിൽ വേറെ തന്നെ എക്സ്പീരിയൻസ് ആയി കാണാനും പറ്റും. തീർച്ചയായിട്ടും എനിക്ക് സീരിയസ്ലി പടം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ആദ്യത്തെ ഷോ കഴിയുമ്പോഴാണ്. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല സിനിമകളെല്ലാം ഈ ഹൊറർ മൂഡിലുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, ഇതിലെവിടെയാ ഹൊറർ, എനിക്ക് മനസ്സിലായില്ല. കുറെ സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഒന്നും ടെൻഷൻ അടിക്കണ്ട, അതെല്ലാം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടായിരിക്കും. അപ്പം ഇത് എടുത്തു വരുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും. ഈ നേരത്തെ പറഞ്ഞ ഒരു പൂജാമുറി വരുന്നില്ല, നമ്മള് സോക്കോൾഡ് പ്രേത പരിപാടികൾ അതിൽ കാണുന്നില്ല, ഒന്നുമില്ല. വെറുതെ വെളിയിലോട്ട് നോക്കിയാൽ തന്നെ ജസ്റ്റ് ഒരു ജനലിൽ കൂടെ വെറുതെ ഞാനിങ്ങനെ നോക്കുമ്പോഴും തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്കും
വല്ല വേറൊരു ഫീലായിരുന്നു. വേറെ ഫീലാണ്. നമുക്കൊരു സാധനം തരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ മാത്രം തരുന്നുണ്ട്, പക്ഷെ പോറ്റി നോക്കണം, പോറ്റിയുടേതായിട്ടുള്ള ലെവലിൽ നോക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലെവൽ നേരത്തെ പിടിച്ചിട്ട് തന്നു, കൃത്യമായിട്ട് സിങ്ക് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓരോ മൊമെന്റിലും അങ്ങ് നമ്മൾ സീൻ അനുസരിച്ചിട്ട് അങ്ങ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഇപ്പോൾ പ്രണവ് മോഹൻലാലിനെ നോക്കിക്കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാൽ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലുള്ള സക്സസ്ഫുൾ ജേണി ഉണ്ട്. പക്ഷേ എപ്പോഴും ഒരു പ്രണവ് മോഹൻലാൽ എന്നുള്ള ആക്ടറിന് ഏറ്റവും അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള സിനിമ ഇതാണ്. അത് മാത്രമല്ല പ്രണവ് മോഹൻലാൽ എന്നുള്ള ആക്ടറിലേക്ക് ഒരു പക്ഷേ പ്രേക്ഷകർ ഏറ്റവും ട്രസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമ ഒരു പ്രണവ് മോഹൻലാൽ എന്നുള്ളൊരു അഭിനേതാവ് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല അഭിനയം എന്നുള്ള രീതിയിൽ. അവിടെയും ഈ പറയുന്ന കോ ആക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും ലെങ്തി പോർഷൻസ് ഉണ്ടായിട്ടുള്ള സിനിമ ഇതാണ്. നോക്കിയാണ്ട് രണ്ടുപേരുടെ ക്യാരക്ടർ ആക്കി വെച്ചാൽ രണ്ട് തരത്തിലാണ്. അതായത് സമ്പൂർണ്ണമായിട്ട് രണ്ട് ധ്രുവങ്ങളുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പരസ്പരം പിടികൊടുക്കാത്ത രണ്ടാളുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുന്ന ഘട്ടം പോലും വളരെ വൈകിയാണ്. എങ്ങനെയായിരുന്നു ഒരു പെർഫോമൻസിലെ ഒരു ആക്ടർ കോ ആക്ടർ ലെവൽ? എനിക്ക് ഇതിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, പ്രണവ് എപ്പോഴും നല്ലൊരു ആക്ടറാണ്, ഗംഭീര ആക്ടറാണ്. പുള്ളി ഇതുവരെ ചെയ്ത സിനിമകളുടെ സ്വഭാവം വേറെയായിരുന്നു. ആ സിനിമ ഡിമാൻഡ് ചെയ്ത കൃത്യമായിട്ടുള്ള അഭിനയം പുള്ളി കൊടുത്തിട്ടുണ്ട് അവിടെ. ഇവിടെ വേറൊരു തരം സിനിമയിലേക്ക് ഒരു ഹൈ ആയിട്ടുള്ളൊരു പെർഫോമൻസിന് സാധ്യത വന്നപ്പോഴാണ് പുള്ളി അങ്ങനെ പെർഫോം ചെയ്തത്. ഈ ഒരു സ്ക്രിപ്റ്റിൽ ഈ ഒരു ക്യാരക്ടർ കൃത്യമായിട്ടും പ്രണവ് മോഹൻലാലിനെ കണ്ട് അദ്ദേഹം എഴുതുമ്പോൾ പുള്ളിക്ക് ഈ കഴിഞ്ഞ സിനിമകളുടെ അതൊന്നും നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ പുള്ളി ചിലപ്പം എങ്ങനെ വെക്കാൻ പറ്റും. പുള്ളി കണ്ടത് തീർച്ചയായിട്ടും അതിലൊരു പ്രണവ് എന്നുള്ള നല്ലൊരു ആക്ടറെയാണ്. ഇപ്പൊ കഴിഞ്ഞ സിനിമകൾക്കൊന്നും അത് ആവശ്യമില്ലായിരുന്നു, ഇങ്ങനൊരു പെർഫോമൻസ് വേണ്ട. ആ സിനിമകൾ ഡിമാൻഡ് ചെയ്ത സാധനം പുള്ളി കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി അത് നല്ലൊരു ആക്ടർ ആയതുകൊണ്ടല്ലേ. അപ്പൊ പുള്ളി അത് ഓവറാക്കിയിട്ടില്ലല്ലോ. പുള്ളി ഓവറാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു എന്താണ് ഒരു കൃത്യമായിട്ട് ലൈനിലൂടെയാണ് സാധനം പോകുന്നത്. ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് കയറി ഇറങ്ങി തന്നെയാണ് ഒരു പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിനിമയിൽ ഈ ലെവലിലേക്ക് പെർഫോം ചെയ്യാൻ ആ ഡയറക്ടർ ഫസ്റ്റ് ചോയ്സ് ആണല്ലോ. അദ്ദേഹത്തെ വെച്ചാണല്ലോ പടം അനൗൺസ് ചെയ്യുന്നത്. പ്രണവ് മോഹൻലാലിനെ വെച്ചിട്ടാണ് ഈ സിനിമ അനൗൺസ് ചെയ്യുന്നത് പോലും. എനിക്ക് തോന്നുന്നു ഒരു റൗണ്ട് ടേബിളിൽ അല്ലേ ആദ്യമായിട്ട് പറയുന്നത്, എനിക്ക് ക്യൂവിന്റെ തന്നെ ആദ്യമായിട്ട് പറയുന്നത്. അപ്പോഴും ഞാനൊന്നും ഇല്ല ഈ പടത്തില്, കൃത്യമായിട്ട് ഞാനില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തോടൊപ്പം ഞാൻ ഇരിക്കുമ്പോൾ എന്നോട് വിനീത് ശ്രീനിവാസൻ വലിയ സംഭവമായിട്ട് എന്നോട് പറയാണ്, അപ്പൻ്റെ അടുത്തവിടെ ആരാ ചെയ്യുന്നതെന്ന് അറിയുമോ, ബ്രഹ്മയുഗം ഡയറക്ടറാണ് എന്ന് എന്നോട് പറയുമ്പോൾ അപ്പോഴും ഞാൻ ഈ സിനിമയിലില്ല. അപ്പൊ ഞാൻ ഭയങ്കര സംഭവമായി പോയി കേട്ടോ. നമ്മള് ആ പ്രണവ് എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിക്കുന്നത്, ഒരു ഡയറക്ടർ വിശ്വസിക്കുന്നത് അയാളുടെ ആക്ടറെ കണ്ടിട്ടാണ്, വേറെ ഒന്നും കണ്ടിട്ടല്ല. ഞങ്ങൾ തമ്മിലുള്ള കോംബോ സീൻസും ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഭയങ്കര സിങ്ക് ആവുന്നുണ്ട്, ഭയങ്കര കൂട്ടായി. അപ്പം ഞങ്ങൾക്ക് പിന്നെ കോംബോ സീൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ ഈസി ആയിരുന്നു. പുള്ളിക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ഫീലുണ്ട് ചെയ്യുമ്പോഴത്തേക്കും. ഒരു കോ ആക്ടർ എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. നല്ലൊരു ഓഫ് സ്ക്രീൻ സംഭാഷണങ്ങൾ, കമ്മ്യൂണിക്കേഷൻ പൊതുവെ എല്ലാ ആക്ടേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു ഓൺ സ്ക്രീൻ പെർഫോമൻസിൽ അതൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ, അതിപ്പോൾ ഒരു നായകനും വില്ലനുമായിട്ട് ചെയ്യുന്നതാണെങ്കിലോ രണ്ട് ചേരിയിലുള്ളവരാണെങ്കിലോ സഹോദരങ്ങൾ, ഇത് എപ്പോഴും ഒരു ഓഫ് സ്ക്രീൻ കമ്മ്യൂണിക്കേഷനും സംഗതികളൊക്കെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ. ഈ പടത്തിന്റെ കാര്യത്തിലൊരു എൻ്റെ എങ്ങനെയായിരുന്നു? ഞാൻ പ്രണവായിട്ടായിരുന്നു കൂടുതൽ സീൻ, മറ്റുള്ള ഞങ്ങള് പ്രണവായിട്ടാണെങ്കിൽ പോലും ഞങ്ങള് പുള്ളിക്കൊരു ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കൊരു സ്പെഷ്യാലിറ്റി ആരും കൊടുക്കുന്നത് പുള്ളിക്ക് അത് വർക്കാവില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പുള്ളി വേറെ എന്തെങ്കിലും സംഭവമാണെന്നോ അങ്ങനെ മോഹൻലാലിന്റെ മകൻ അങ്ങനെ താരഭാരം ആ ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. ഭയങ്കര ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും കൺവേ ചെയ്യുന്ന, വളരെ എന്ത് കാര്യത്തിനും നമ്മുടെ ഇടയിൽ തന്നെ വന്നിരുന്ന, അല്ലെങ്കിൽ പുള്ളിയുടെ ഇടയിൽ ചെന്നിരിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു മനുഷ്യനാണ്. വളരെ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നത് യാത്രകളെയാണ്. ലോകം മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണ്. ഭയങ്കര നമുക്ക് കൊതി വരുന്നൊരു ലൈഫാണ് അദ്ദേഹത്തിൻ്റെ. വേറെ ഈ പറഞ്ഞ പോലെ ഒരു ആകെ ഒരു ഭാരം എന്ന് പറയുന്നത് പുള്ളിയുടെ ബാക്ക് പാക്കിൻ്റെ ഭാരം മാത്രമാണ് പുള്ളിക്കുള്ളത്, വേറെ ഒന്നുമില്ല. പുള്ളി ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എല്ലാ കാര്യവും പറയും. അവിടെ ഒത്തിരി ഫോട്ടോസ്, ലോകത്തിന്റെ പലയിടത്തും പോയ ഫോട്ടോസും കാര്യങ്ങളും, സംഭവിച്ച വീഡിയോസ്, നമ്മൾ ഈ പുറം ലോകം കണ്ടിട്ടില്ലാത്ത പലതും, മീൻസ് അദ്ദേഹത്തിന്റെ ഈ വെളിയിൽ ഇൻസ്റ്റാ പേജിലൊന്നും ഇല്ലാത്ത പല സംഭവങ്ങളും നമുക്കെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അതിശയപ്പെട്ടു. നമ്മൾ കണ്ട മലകയറ്റമൊന്നും ആയിരുന്നില്ല പുള്ളി യഥാർത്ഥത്തിൽ കയറിയിട്ടുള്ളത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് പേടി വരുന്ന, അങ്ങനെയൊക്കെയുള്ളൊരു അതിലൊക്കെ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ഒരു മനുഷ്യനായിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
അപ്പം അങ്ങനെയൊക്കെ തന്നെ ഭയങ്കര ഇപ്പം എൻ്റെ പോലീസ് ജീവിതത്തിലെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കേട്ടിരിക്കാൻ അത് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ള തമാശകൾ, അത് ഭീകരാവസ്ഥകളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേട്ട് അതിനൊക്കെ പുള്ളിയുടേതായിട്ടുള്ള ഓരോ കമൻസ് ഒക്കെ പറഞ്ഞ് അങ്ങനെ പോയി ഭയങ്കര നല്ലൊരു കൂട്ടുകാരൻ. അത് ശരിക്കും ഓൺ സ്ക്രീനിലും ഗുണം ചെയ്യും. വർക്കായി, ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് ആ ടെൻഷൻ പോയി. ഇപ്പൊ ഈ പറഞ്ഞ ഒരു ലാൽ സാറിന്റെ മകൻ, അല്ലെങ്കിൽ പ്രണവ് എന്നുള്ളൊരു വലിയൊരു ആക്ടർ, അല്ലെങ്കിൽ ആ ഫാമിലി, ആ ഒരു ഇതുണ്ടല്ലോ അദ്ദേഹത്തിന്റെ, അതൊക്കെ അദ്ദേഹം തന്നെ നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കത്തക്ക രീതിയിലേക്ക് നമ്മളോട് നിന്നപ്പോഴത്തേക്ക് ഭയങ്കര സുഖമായി ചെയ്യാൻ. അത് ഈ പറഞ്ഞ രാഹുൽ ആയാലും പ്രണവ് മോഹൻലാൽ എന്നൊരു ആ ഒരു ഭയങ്കര ഒരു ഇമേജ് കൊടുക്കാതെയാണ് എല്ലാ കാര്യത്തിലും ഓരോ കഥാപാത്രത്തിന് അനുയോജ്യരായിട്ടുള്ള ആക്ടേഴ്സിന്റെ ഒരു ടീം എന്നുള്ള രീതിയിലാണ് ടോട്ടൽ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് രാഹുൽ. പിന്നെ ഷഹനാദ് ഒരു വലിയ ഫാക്ടർ ആയിരിക്കും ഈ പറയുന്ന ഈ അന്തരീക്ഷ സൃഷ്ടി എന്നുള്ള രീതിയിൽ ഭീകരോ. പുള്ളിയുടെ വിഷനൊക്കെ വേറെ ലെവല. ഇപ്പൊ നമ്മള് പ്ലാൻ ചെയ്ത് സ്പോട്ടിലേക്ക് പുള്ളിക്ക് ഒരു ചിന്തയായിരുന്നു, നമുക്ക് രാഹുലെ നമുക്ക് അങ്ങനെ കൂടെ ഒരു സംഭവം എടുത്തു. രാഹുലിന് വളരെ സന്തോഷമാണ്. അപ്പോൾ യാദൃച്ഛികമായിട്ട് വന്നൊരു കിടിലം ഷോട്ട്, സ്പോയിലറാണെന്ന് എനിക്കറിയില്ല, സിനിമയുടെ തുടക്കത്തിലൊരു ഒരു ഫോട്ടോയിലേക്ക് വരുന്ന ഒരു സാധനം, അത് ആ മൊമെന്റിൽ വന്നൊരു സാധനം. അത് അവിടെ വെച്ചിട്ട് ആ സ്പോട്ടിൽ അത് 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 ജസ്റ്റ് അപ്പോൾ തന്നെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും തന്നെ നമ്മൾ കിളിവ അറിയാമ്പോ കിടില സാധനമുള്ളതൊരു, ഇതൊക്കെ അങ്ങനെ കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നല്ലൊരു സാധനമായിരുന്നു അത്. ആ സിനിമയിൽ തിയേറ്ററിൽ കാണുമ്പോഴും ഭയങ്കര ഒരു മൂഡായിരുന്നു അത്. അപ്പോൾ ജിബിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ കൂടി ഇങ്ങനെ ഒരു മുഴുനീള കഥാപാത്രം എന്നുള്ള ഉണ്ടാവില്ല. അപ്പം ശരിക്ക് അങ്ങനെ ഒരു ഭയങ്കര പീസ് ഓഫ് മൈൻഡിലായിരിക്കില്ല അല്ലേ ത്രൂ ഔട്ട് അഭിനയിച്ചു പോകുന്നത്? അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായ സമാധാനമാണെന്നേ. ഈ എക്സൈറ്റ്മെന്റിനകത്ത് ഞാൻ എന്താ സംഭവിക്കുന്നത്, ഇനി എന്താ റിസൾട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ എന്ന് പറയുന്ന വലിയൊരു ഡയറക്ടർ, ഇപ്പോൾ വൈ നോട്ട് സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനി, ഇവരൊക്കെ എന്നെ വിശ്വസിച്ചേക്കുവാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ. ഇവിടെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇവിടെ ആളില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അത് ഈ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഞാനെന്നുള്ള വ്യക്തിയിലേക്ക് എത്തി. പിന്നെ അതിൻ്റെ ഇനി ആരെന്തെന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ വിജയപരാജയങ്ങളിൽ ഈ ഒരു ക്യാരക്ടറിന് വല്ലാത്തൊരു സ്ഥാനമുണ്ട്. അപ്പം നമുക്കെപ്പോഴും വിജയം, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന വിജയമാണ്. ഇനി ഏതേലും മൊമെന്റിൽ അതൊരു ഒരു ഒരു ഈ ഒരു ക്യാരക്ടർ ആ ഒരു ആർക്ക് മൊത്തത്തിൽ പടത്തിനെ അങ്ങ് താഴേക്ക് കൊണ്ടുപോയി എന്നൊരു എവിടെയെങ്കിലും ഒരു കമന്റ് കണ്ടാൽ പിന്നെ ഞാൻ ചെറിയ കാര്യങ്ങളിൽ വല്ലാതെ ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇത് ആലോചിച്ചിട്ട്, അതാ ഞാൻ പറഞ്ഞത്, ആ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ള കയ്യടിയിൽ ഓരോരുത്തരും വന്ന് ഗംഭീരമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഇതില് സന്തോഷത്തിനപ്പുറത്തേക്ക് സമാധാനം കുറേ നാളുകൾ കൊണ്ട് ഉള്ളിലുണ്ടായിരുന്നൊരു സംഭവം അത് ഇങ്ങനെ പറന്ന് പോകുന്നത് എനിക്ക് ലൈവായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് വല്ലാത്തൊരു സംഭവമായിരുന്നു അത്. എനിക്കറിയില്ല, എല്ലാവരും വിശ്വസിച്ചു എന്നെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ അതാ ഞാൻ പറയും, വേറെ ആളിന് കിട്ടാത്തതല്ല ക്യാരക്ടറിന്, പക്ഷെ ഞാൻ ചെയ്താൽ നന്നായിരിക്കുമെന്ന് എന്നെ ഒരു വിധത്തിലും പരിചയമില്ലാത്തൊരു ഡയറക്ടർ എന്നെ വിശ്വസിച്ചു. അതൊരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ കണ്ട് രാഹുൽ തീരുമാനിച്ചാണ്. പുള്ളി പറഞ്ഞത് എൻ്റെ കണ്ണിൽ എന്തൊക്കെയോ സംഭവമുണ്ട്, എന്താണെന്ന് പുള്ളിക്കും പറയാറിയില്ല, പക്ഷെ എൻ്റെ ക്യാരക്ടർ ആ മധുസൂദനൻ പോറ്റി എന്ന് പറയുന്ന ആളിന് വേണ്ട ഒരു നിഗൂഢതയുടെ കുറേ സംഭവങ്ങൾ പുള്ളി ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ, ആ ഒരു ഇന്റർവ്യൂവിന് ശേഷം നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ, അതായിരുന്നു എൻ്റെ ഓഡിഷൻ കേട്ടോ. ഈ ക്യാരക്ടറിലേക്കുള്ള എൻ്റെ ഓഡിഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ സംസാരിച്ചു ഒരു 10 മിനിറ്റ് സംസാരിച്ചതാണ് പുള്ളി എടുത്ത. ലോക കാര്യങ്ങളാ പറഞ്ഞു, സിനിമയെ പറ്റിയോ ബ്രഹ്മയുഗം, ഞാൻ ഭയങ്കര ഫാനാണെന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഇതുപോലെ സംസാരിച്ചു. പുള്ളി എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കണം, പുള്ളി ആ എക്സൈറ്റ്മെന്റിൽ എൻ്റെ കണ്ണിലുണ്ടായ ഒരു സംഭവം ഉണ്ട്, ആ ഒരു എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ണിലൂടെ കയറി ഇറങ്ങിപ്പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ രാവിലെ എന്നെ എന്തിനാണ് ഈ ഒരു ഓഡിഷൻ പോലും ഇല്ലാതെ ഇതിലേക്ക് എടുത്തതെന്ന് സിനിമ കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ. സിനിമ തുടങ്ങുന്ന ആ സമയത്ത് ചോദിച്ചാൽ ചിലപ്പോൾ എന്നാൽ നമുക്കൊരു ഓഡിഷൻ നടത്തിയാലോ എന്നങ്ങനെ ചിന്തിച്ചാലോ എന്ന് കരുതിയിട്ട് ഞാൻ അപ്പോഴൊന്നും പറഞ്ഞില്ല. സിനിമ കഴിഞ്ഞിട്ട് ബാക്കപ്പ് വിളിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, എന്തായിരുന്നു ധൈര്യം, എന്തായിരുന്നു ഓഡിഷൻ പോലും ഇല്ലാതെ? അപ്പോഴാണ് പറഞ്ഞത്, ആരും പറഞ്ഞു ഓഡിഷൻ നടത്തിയില്ല. സത്യമായിട്ടും ഇല്ല, നിങ്ങൾക്ക് മറന്നു വിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇല്ല, നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ചില്ല, ആദ്യ മീറ്റിംഗ് ഞാൻ അതിന് മുമ്പ് പോയി ചാൻസ് വെച്ചിട്ടുണ്ട്, അതൊന്നും പുള്ളിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഈ ഒരു സിനിമയുടെ ആവശ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ പോയി ഞാൻ കണ്ട് സംസാരിച്ചപ്പോൾ ആ മൊമെന്റാണ് പറഞ്ഞത്. നമ്മളൊരു 10-15 മിനിറ്റ് ഒരുമിച്ച് സംസാരിച്ചില്ല, കുറേ കാര്യങ്ങൾ. നമ്മൾ സിനിമയെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ, ഈ പടത്തെ പറ്റി, അത് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെ നോക്കി സംസാരിക്കുന്നു,
നിങ്ങൾ സംസാരിക്കുമ്പോൾ തരുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങളുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഓരോന്നിലോട്ട് സംസാരിച്ച് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്താണെന്നുള്ള അതിലാണ് ഞാൻ എൻ്റെ പോറ്റിയെ കണ്ടത്. അതോടെയാണ് ഞാൻ തീരുമാനിച്ചത് ഇനി എന്ത് വന്നാലും നിങ്ങളെ വെച്ച് ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ എന്ന്. ഞാൻ മുന്നോട്ട് പോകാനുള്ള കാരണം അത് ആ ഒരു മീറ്റിംഗ് ആയിരുന്നു. അതായിരുന്നു എൻ്റെ ഓഡിഷനും. ഇതായിരുന്നു എൻ്റെ ഒരു ജേണി ആ സിനിമയിൽ. ആക്ച്വലി ഞാൻ ഇന്നായത് അവിടെയാണ്. ഈ പ്രേക്ഷകരെ സംബന്ധിച്ചുള്ളൊരു സർപ്രൈസിങ് എലമെന്റ് ഉണ്ടല്ലോ, ഭൂതകാലം, ഭ്രമയുഗം, അതിൻ്റെ ഒരു യൂണിവേഴ്സിനെ കണക്ട് ചെയ്യുന്ന സ്ഥിതിയിൽ. അപ്പം ഈ കൊടുമൺ പോറ്റിയെ കുറിച്ചുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണോ മധുസൂദൻ പോറ്റിയിലേക്കുള്ള അത് ഏത് ഘട്ടത്തിലാണ്? ഞാൻ അവസാനം ചോദിച്ചു, ഈ പോറ്റി മധുസൂദനൻ പോറ്റി എന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നമ്മുടെ കൊടുമൺ പോറ്റിയായിട്ട് എന്തെങ്കിലും? ഇല്ല, ഞാൻ അങ്ങനെ രാഹുലിന്റെ ശൈലി അറിയില്ല, ഇല്ല ഞാൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന്. പക്ഷെ ഇപ്പോ പടം ഇറങ്ങി ഇങ്ങനെ വലിയ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇനിയെങ്കിലും പറ എൻ്റെ ബന്ധുവാണോ കൊടുമൺ പോറ്റി എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ എന്ത് തോന്നുന്നു വെച്ചാൽ അങ്ങനെ ബന്ധത്തും കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ട് കേട്ടോ എന്ന് ഞാനും പറഞ്ഞു ആലോചിക്കാം എന്നാണ് എന്നോട് പറഞ്ഞത്. അതാണ് ഈ പറഞ്ഞ ഭൂതകാലത്തിന്റെ ആയാലും അത്. പക്ഷേ ഞാൻ ക്ലിയർ ആയിട്ട് ചോദിച്ചു, ഇത് ക്യാരക്ടർ പറയുന്ന ജോർജ് നമ്മുടെ ഭൂതകാലത്തിലെ അയാൾ തന്നെ വന്നല്ലോ. അത് ജോർജ് അത് തന്നെയാണ്. പിന്നെ അമ്മയും മകനും അത് തന്നെയല്ലേ? താമസിച്ചിരുന്നു പറഞ്ഞ അമ്മയും മകനും അത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ താമസിക്കുന്നവരെ അതിപ്പോ താമസിക്കുന്ന നമുക്ക് നോക്കാം ആരാണെന്നുള്ളത്, എന്താ പ്രശ്നം എന്നുള്ളത് നോക്കാം. അപ്പൊ പിന്നെ പോറ്റി ചെയ്യണമല്ലോ, പോറ്റിയല്ലേ വന്ന് കണ്ടത്, ഞായറാഴ്ച ചെല്ലാന്ന് പറഞ്ഞ് ഇതേ പോറ്റിയല്ലേ, ആലോചിക്കാനുണ്ട്. ഒരുപക്ഷെ ഒരു യൂണിവേഴ്സ് പോലെ ഒരു കഥാ തുടർച്ച എന്നുള്ള രീതിയിലാവാം. പിന്നെ ഉറപ്പായും ആളുകൾക്ക് അത് കിട്ടുന്ന ഒരു മറ്റു സിനിമകളിൽ കൂടെ വെച്ചാൽ രാഹുലിന് മറ്റു സിനിമകളിൽ കിട്ടുന്ന ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു കണക്ഷൻ കൂടി ഉണ്ട്. ഇനിയിപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഈ പടത്തിന്റെ ഒരു ഇമ്പാക്റ്റും അത് കിട്ടുന്ന ഒരു സക്സസും വരുമ്പോൾ അതിന്റെ തൊട്ട് തുടർച്ചയിൽ വരികയാണ് കളങ്കാവല്. അതില് മമ്മൂക്കൊപ്പമാണ് എല്ലാവരും മമ്മൂക്കയുടെ ഒരു പെർഫോമൻസിലുള്ളൊരു ഭയങ്കര മെഗാ കംബാക്ക് ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു പടമാണ് കളങ്കാവല്. കളങ്കാവലും അങ്ങനെ ത്രൂ ഔട്ട് ജേണിയാണ്. അതെ, അത് ഈ പറഞ്ഞ പോലെ ഇപ്പം അതെന്റെ ഏറ്റവും വലിയ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഇത് പറഞ്ഞ പോലെയാണ്. ആക്ച്വലി ഇതിന് നമ്മുടെ DSRയ്ക്ക് മുന്നേ ചെയ്ത സിനിമയാണ് കളങ്കാവൽ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് എനിക്ക് ഇതിലേക്ക് ഞാൻ എത്തിയായിരുന്നു. മമ്മൂട്ടിയുടെ സജഷൻ ആയിരുന്നു അതാണ് കാര്യം. ഞാൻ കണ്ണൂർ സ്ക്വാഡിൽ അദ്ദേഹത്തോട് ഒരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത ഈ സിനിമയിലെ ക്യാരക്ടറും ഒരു ആര് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്ത് വളരെ യാദൃച്ഛികമായിട്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്തതാണ്. ഇങ്ങനെ പലരെയും നോക്കിയിട്ട് ഇങ്ങനെ തിരുവനന്തപുരത്തുള്ളൊരു ആളുണ്ട് എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്തു. അതൊക്കെ ഞാൻ പിന്നെയാണ് അറിഞ്ഞത്, സാറിൻ്റെ സജഷൻ. കാര്യം സാറാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മേജർ റോളൊക്കെ ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും പ്രൊഡ്യൂസറുടെ ഒരു കൺസേൺ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാൻ അതിൽ നല്ലൊരു വേഷം ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂക്കൊപ്പം ഉള്ള പെർഫോമൻസ് കൂടി തീർച്ചയായും അത് നമുക്ക് അദ്ദേഹത്തിനൊപ്പം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് എനിക്ക് 10-40 ദിവസം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നിന്ന് കാണുക, അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുക, മീൻസ് അദ്ദേഹമുള്ള ഒരു സെറ്റിൽ അദ്ദേഹത്തിനോടൊപ്പം സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റുക, കാര്യങ്ങളെല്ലാം അടുത്ത് നിന്ന് കാണുക. നമ്മൾ തുടങ്ങിയ മീൻസ് അല്ലെങ്കിൽ സിനിമ കണ്ടു തുടങ്ങിയ സമയം തൊട്ട് കാണുന്നൊരു വ്യക്തിത്വമാണ്. നമ്മൾ അത്രയും മലയാളികളോ അല്ലെങ്കിൽ എല്ലാം സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ പറഞ്ഞാണ് നമ്മൾ ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും കാണാൻ പേടിയുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാനും ഇരിക്കാനും കാര്യം പറയാനും വളരെ കാഷ്വലായിട്ട് ഇതുപോലെ സംസാരിക്കാനൊക്കെ പറ്റുക എന്നുള്ള അതൊക്കെ ഒരു ഭാഗ്യവും കൂടെയാണ്. ആ ഒരു മൊമെന്റിൽ എനിക്ക് അവിടെ എത്തിപ്പെടാനും ആ ഒരു സംഭവം ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ലൈവ് പെർഫോമൻസുകളൊക്കെ നമ്മൾ അതും എനിക്ക് തോന്നുന്നു ഓരോ സിനിമയിലും സിംഗ് സൗണ്ടാണ്. ഓരോ സിനിമയിലും ഈ പറഞ്ഞ പോലെ പുതിയ സംഭവങ്ങൾ. അപ്പം ചില മൈന്യൂട്ട് സംഭവങ്ങളൊക്കെ ഞാൻ പറയാൻ ആളല്ല കേട്ടോ, ഒരിക്കലും അദ്ദേഹത്തെ പറ്റിയൊന്നും പറയാൻ ഒരാളല്ല. പക്ഷെ എന്നെ ഈ അതിശയപ്പെടുത്തുന്ന ചില സാധനങ്ങൾ ഒരു മൊമെന്റിൽ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ഒരു പുരികത്തിൻ്റെ ഒരു ഭാഗത്തൊക്കെ ചെറിയൊരു സാധനമൊക്കെ ഇങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ദൈവമേ ഇതെന്താണ് ഈ കാണുന്നത് എന്നുള്ളൊരു നമുക്കൊരു സാധനം ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ലൈവ് പെർഫോമൻസ് ആണ്. പിന്നെ അതിൽ നമുക്കുള്ള ലേണിംഗ് ടേക്ക് അവേ നമുക്ക് വേണ്ടതുണ്ടെന്നേ നമ്മൾക്ക് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അതൊക്കെ ഒന്ന് പരിശീലിച്ച് നോക്കാൻ പോലും പേടിയാ. അമ്മാതിരി അദ്ദേഹം ചെയ്തു പോകുന്നത് കാണുമ്പോൾ അയ്യോ, നമ്മൾ പറയില്ലേ ഇതിൻ്റെയൊക്കെ ഒരു ദൈവം എന്നൊക്കെ വിചാരിക്കണ്ടേ, നമ്മൾ ഏറ്റവും മുകളിലത്തെ ഒരു ആളായിട്ട് നമ്മൾ ചിന്തിക്കണം. അത് ആ ലെവൽ സാധനങ്ങൾ. പിന്നെ വിനായകൻ കൂടി അതാ പറഞ്ഞത്. ഞാൻ ഒരു സീനിൽ ഞാൻ
ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇത് വെളിയിൽ പറയുന്നത് ഒരു 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 സീനിൽ കാര്യം പറഞ്ഞ് പോകുമ്പോഴത്തേക്കും വളരെ എനിക്ക് ജസ്റ്റ് റിഹേഴ്സൽ ചെയ്തപ്പോൾ ഭയങ്കര രസമായിട്ട് ചെയ്തൊരു സാധനമായിരുന്നു. എന്നിട്ട് ഷോട്ട് ഓക്കെ ഫസ്റ്റ് ടേക്ക് പോയപ്പോഴത്തേക്കും രസകരമായിട്ട് തന്നെ പോവാണ്. അപ്പോൾ അതിലൊരു പേര് പറയുന്ന ഒരു സ്ഥലത്ത് എൻ്റെ ഒരു പെട്ടെന്ന് ഞാൻ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ഒരു വലിയ സീനും കൂടെ. അപ്പം അദ്ദേഹം കൂടെ ഉള്ളൊരു സീനാണ്. അപ്പോൾ പെട്ടെന്ന് അത് കട്ട് പറഞ്ഞു. അപ്പോൾ എടുത്താക്കി ചോദിച്ചു, സാറ് പറഞ്ഞത് നീ എന്ത് നന്നായിട്ടാണ് അത് പറഞ്ഞത്, നീ എന്തിനാ നിർത്തിക്കളഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. എടാ അതിങ്ങനെ പറഞ്ഞു പോയാൽ പോരായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നീ നന്നായിട്ടാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ നീ നന്നായിട്ടാണ് ചെയ്തതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സങ്കടത്തിന് വരെ എനിക്ക് സാറ് ഞാൻ നന്നായിട്ടാണ് ചെയ്യുന്നതാണല്ലോ സാറ് പറഞ്ഞത് എന്നുള്ളത് ഭയങ്കര ഒരു എനർജി ആയിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്കത് തെറ്റിപ്പോയാലും പക്ഷെ നീ എന്ത് നന്നായിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു കേൾക്കുമ്പോൾ ലൈവ് അപ്രീസിയേഷൻ കിട്ടും. അയ്യോ, പിന്നെ എനിക്ക് തെറ്റിയതാണെങ്കിൽ പോലും അതൊരു അപ്രീസിയേഷൻ അതിനകത്തുണ്ടായിരുന്നതാണ് എന്നെ ഹൈ ആക്കിയത്. അടുത്ത ടേക്ക് പടയെന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് സെറ്റാക്കി, അത് വേറെ കാര്യം. എന്നാലും നീ എന്ത് നന്നായിട്ടാണ് അത് ചെയ്തു വന്നത് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ സാറ് തന്നെ ആദ്യം കാണുന്ന സാറ് തന്നെ ആയിരിക്കുമല്ലോ എന്താണ് നടക്കുന്നത് കാണുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ആദ്യം ചെയ്ത തൊട്ട് തന്നെ അദ്ദേഹം കണ്ടിരുന്നു. അങ്ങനെ ഒരു പവർ ഹൗസ് ഫാക്ടർ ഉണ്ട്. വിനായകൻ കൂടി ഭീകരമല്ലേ കാര്യം, അദ്ദേഹത്തിന് വേറെ ശൈലിയാ അറിയാമല്ലോ. പുള്ളി ഇങ്ങനെ നിന്ന് ഭയങ്കര കിടിലായിട്ട് അങ്ങ് പെർഫോം ചെയ്ത് മറിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഇങ്ങനെ അങ്ങ് പോവാ, ഒരു യാത്രയാണത്. ഈ ഇപ്പം DSR വരുന്നു, കളങ്കാവൽ വരുന്നു, ആക്ടർ എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് കൂടെ ഉണ്ടല്ലോ. ഉറപ്പായും ഞാൻ പറയുന്നത് എനിക്കറിയാം, അത്ര സാഹസികമായ വലിയ യാത്രയായിരുന്നല്ലോ ഇത്. ഇപ്പം കരിയർ അവിടെ ഉണ്ടെങ്കിൽ പോലും സ്വപ്നം ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് അല്ലേ അങ്ങനെ ഒരു ലീവ് ഒക്കെ എടുക്കാൻ എപ്പോഴാണ് തീരുമാനിക്കുന്നത് ശരിക്കും? എനിക്ക് ഇപ്പം കേരള പോലീസ് അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ ഒരാൾക്ക് എടുക്കാൻ പറ്റാവുന്ന എല്ലാത്തരം ലീവുകളും ചെയ്ത് സത്യത്തിൽ എടുത്ത് തീർന്നു പോയിട്ടാണ് ഞാൻ ലോങ് ലീവിലേക്ക് മാറിയത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഏത് സർവീസിലിരിക്കുന്ന ഒരാൾ, സർക്കാർ സർവീസിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എങ്ങനെയൊക്കെ ലീവ് എടുക്കാമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആകെ കേരള സർവീസ് റൂൾസിൽ എനിക്ക് കാണാപ്പാടം എങ്ങനെ ലീവ് എടുക്കാം എന്നുള്ളതിൽ മാത്രമാണ്. അമ്മാതിരി ഞാൻ ലീവിനെ പറ്റി സെർച്ച് ചെയ്തിട്ടുണ്ട്, അങ്ങനെ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാൻ. അത് ഏതൊക്കെ എടുക്കാൻ പറ്റുമോ ആ ലീവിൽ അങ്ങനെയൊക്കെ എടുത്ത് ഞാൻ അഭിനയിച്ചതാണ്. പെർമിഷൻ ഉണ്ടായിരുന്നു, വിത്ത് പെർമിഷനിലാണ്. ഗവൺമെൻറ് ഒരു പെർമിഷൻ വേണം അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ, അഭിനയിക്കാനുള്ള ഏത് ഇങ്ങനെ ഒരു രീതി പോകണമെങ്കിലും. അപ്പം അതിൽ ഈ പലതരം ലീവുകൾ കണ്ടെത്തി ചെയ്ത് ഇനി വേറൊരു ലീവ് എനിക്ക് എടുക്കാനില്ല. ഇനി മാത്രമല്ല, ഇനി അധിക ദിവസത്തേക്കൊക്കെ ലീവ് എടുത്ത് നമുക്ക് തരുന്ന ലീവിനപ്പുറത്തേക്ക് അവർക്ക് ലീവ് തരുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഞാൻ എന്ത് അഭിനേതാവെന്നോ അല്ലെങ്കിൽ ഞാൻ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളെന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഗവൺമെൻറ് ബോഡിക്ക് നമുക്ക് തരാൻ പറ്റുന്ന ലീവുകൾക്കൊരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ആകുമ്പോഴത്തേക്കും അവർക്കൊരു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം ഉണ്ടെങ്കിൽ പോലും അവരുടേതായിട്ടുള്ള സ്പേസിൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയ സമയത്താണ് തീർച്ചയായിട്ടും ഞാനൊരു ലോങ് ലീവിന് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് കോൺഫിഡൻസ് ആയി, എനിക്ക് സിനിമയിൽ പെർഫോം ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെതായിട്ടുള്ള റൂട്ട് കണ്ടെത്താൻ പറ്റും എന്നുള്ളത്. DSRക്ക് ശേഷമാണോ? ഇല്ല, ഞാൻ 2023 ഓഗസ്റ്റിലാണ് ഞാൻ ലീവിലേക്ക് കയറുന്നത്. ഇപ്പം 2 കൊല്ലം കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഒരിക്കലും ലീവ് എടുത്തത് വെറുതെ ഇരുന്നു എന്നുള്ളൊരു സംഭവം തോന്നിയിട്ടില്ല. കാര്യം ഇത്ര കുറേ നല്ല പടങ്ങളുടെ നല്ല ഭാഗമാകുമ്പോൾ അതിന് ശേഷം പക്ഷെ നമ്മൾ ലീവ് എടുത്തപ്പോൾ ഒരു 5 ദിവസത്തേക്ക് ലീവ് എടുത്തു. ഈ 5 ദിവസം എന്നുള്ള സിനിമയാണ്, 5 എന്നുള്ള ചിലപ്പോൾ അത് 6-7 ദിവസത്തേക്ക് നീളാം. ഞാൻ ഈ 5 ദിവസം കൊണ്ട് പെർഫോം ചെയ്ത് വരുന്ന ആള് 6-ാമത്തെ 7-ാമത്തെ ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് ഞാൻ DGP ലെവലിലേക്ക് വിളിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് എന്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അത് അവർക്കും ബുദ്ധിമുട്ടാണ്, എനിക്കും ബുദ്ധിമുട്ടായിട്ട് വരും, സിനിമാക്കാർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ കൃത്യമായിട്ട് ലോങ് ലീവിലേക്ക് അപ്ലൈ ചെയ്തത്. ഇപ്പൊ ഈ ക്യാരക്ടർ റോൾ ചെയ്യുന്ന എല്ലാവരുടെയും സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു മിന്നായം പോലെ വരുന്നൊരു റോളിൽ നിന്ന് ഒരു 1-2 സീനിലാണെങ്കിലും ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോള് വേണം. അത് കഴിഞ്ഞിട്ട് ആ കഥാപാത്രം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി പെർഫോം. ഇപ്പം നമുക്കറിയാം എത്രയോ ചെറിയ റോൾ ചെയ്യുന്നവരോ ജൂനിയർ ആക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ അതിഗംഭീരരായിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ വന്നവരാണ് എത്രയോ ആളുകൾ. പക്ഷേ അവരെ പ്ലേസ് ചെയ്യപ്പെടുന്നതിന് ഒരു റൈറ്റ് ടൈം എന്ന് പറയുന്നൊരു സംഗതി എപ്പോഴും ഉണ്ട്. അങ്ങനെ റൈറ്റ് ടൈം ലഭിച്ച് തുടർച്ചയായി 2 പടങ്ങളിൽ അങ്ങനെ ഒരു ത്രൂ ഔട്ട് റോളിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളാണ് ഇപ്പോൾ ജിബിൻ.
ഇപ്പം അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ എനിക്കൊന്ന് അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് ചിലപ്പം എഡിറ്റിൽ വെട്ടിപ്പോകുമോ എന്ന് കരുതിയാൽ ചിലപ്പോൾ വെട്ടിപ്പോയിട്ടുള്ള ഒരുപാട് സീനുകൾ ഉണ്ടാവും. ഇഷ്ടംപോലെ. നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അഭിനയിച്ച സിനിമകളിൽ നിന്ന് നമ്മളുടെ ഒരു തലവെട്ടം തന്നെ കാണാത്ത സാഹചര്യം ഉണ്ടാവും. അതിനെയൊക്കെ മറികടന്നാണല്ലോ ഈ പറഞ്ഞ ഡിയസ്ര പോലത്തെ ഒരു സിനിമയിൽ ഒരു ഷോ സ്റ്റീലിംഗ് മൊമെന്റ് പോലെ ഉണ്ടാക്കുന്ന, ആളുകൾ കൈയടിച്ച് ഇറങ്ങി സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ശരിക്കും ആ ജേണി എങ്ങനെയാണ് കാണുന്നത്? ഈ പറയുന്ന ചെറിയ ചെറിയ റോളുകൾ തുടങ്ങി വന്ന എങ്ങനെയായിരുന്നു ആ ജേണി? ജേണി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ല. സിനിമ അല്ലെങ്കിൽ ഞാൻ ചെയ്ത സീൻ തിയേറ്ററിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഒരു കൺസേൺ ആയിരുന്നില്ല. ആക്ച്വലി എനിക്ക് സിനിമ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എനിക്കറിയാം അത് സംഭവിക്കുന്നതാണ്. തുടക്കത്തിലൊക്കെ എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടില്ല എന്നല്ല. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കി ഇത്രയും പേര്, എത്രയോ പേര്, ഇപ്പോൾ ഒരു 500 പേര് ജൂനിയർ ആക്ടേഴ്സായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഇപ്പോൾ ഒരു 500 രൂപ ഡെയിലി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല. ആ 500 പേര് നിൽക്കുമ്പോൾ അതിലൊരു 250 പേരെങ്കിലും സിനിമയിൽ എന്തെങ്കിലും വേഷം ചെയ്ത് നന്നായിട്ട് വരണം എന്ന് ചിന്തിക്കുന്നവരാണ്. ഈ ഇത്രയൊരു ഗ്യാതറിങ്ങിനിടയ്ക്ക് നിന്ന് ഒരാളുടെ മുഖത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റാണ്. നമ്മൾ എവിടെ നിന്നായാലും തുടങ്ങണം. നമുക്ക് നേരിട്ട് ഒരു ഹൈറ്റിലേക്ക് കയറി നിൽക്കുന്നതിനപ്പുറത്തേക്ക് നമുക്കിങ്ങനെ കയറിപ്പോകുന്ന ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണെങ്കിൽ, ഒരു വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതിന് പകരമായിട്ട് നമുക്കൊരു സ്ലോപ്പാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പതിയെ 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 പിടിച്ച് കയറാൻ പറ്റും. അത് ആർക്കായാലും അങ്ങനെയാണ്. അപ്പോൾ ആ കയറുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ സ്ഥലമാണ് ഈ ജൂനിയർ ആക്ടറായിട്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അത് പക്ഷെ കയറാൻ പറ്റും. അത് അവിടെ നിന്ന് നമ്മൾ ചിലപ്പോൾ കുറേ നാൾ അവിടെ തന്നെ നിന്ന് കറങ്ങേണ്ടി വരും. ചിലപ്പം ഒരു സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ഒരു ഗ്യാപ്പ് കുറച്ച് കഴിയുമ്പോഴാണ് കണ്ടെത്തുന്നത്. അപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ടേക്ക് വയ്ക്കുക. ഇങ്ങനെ കയറി 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 പോകുക എന്നുള്ളതേ ഉള്ളൂ. അത് നല്ലൊരു റൂട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം നമ്മളിവിടെ നിന്നിട്ട് പിന്നെ നമുക്ക് കയറിപ്പോകാൻ വേറെ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കും. ചിലപ്പോൾ താഴോട്ട് ഉരുണ്ടിങ്ങ് പോരും. പക്ഷെ നമ്മളിങ്ങനെ പതിയെ കയറി ഈ സൈഡിൽ കൂടെ കയറി വരുന്നയാളിന് ചിലപ്പോൾ കല്ലും മുള്ളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം തരണം ചെയ്ത് കയറി ഇറങ്ങി ചിലപ്പോൾ 2 സ്റ്റെപ്പ് കയറി, 1 സ്റ്റെപ്പ് താഴോട്ട് വന്ന്, പിന്നെ 3 സ്റ്റെപ്പ് കയറി, അങ്ങനെ പോകുന്ന റൂട്ടാണ് ഈ താഴ്ന്ന് ഈ മുകളിലേക്കുള്ളത്. നമുക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ വീഴ്ചകൾ കിട്ടി മുകളിലേക്ക് വരുന്ന ഒരാളിന് അത്യാവശ്യം ഒരു വലിയ വീഴ്ച വീണാൽ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും. ആ വീഴ്ച എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഒരു നേരെ മുകളിൽ കയറിയിട്ട് ഒറ്റ വീഴ്ച വീഴുന്നതിന് പകരമായിട്ട് ഉരുണ്ട് വീണ് പിടിച്ച് കയറി അങ്ങനെ തട്ടിയും തടഞ്ഞൊക്കെ കയറി ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ട്. നമുക്ക് ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന സാധനമൊന്നുമല്ല, സ്വാഭാവികമാണ്. ചെറിയ ചെറിയ വീഴ്ച വീണ് അല്ലേ വീണ് ഉരുണ്ട് തന്നെയല്ലേ കുഞ്ഞുങ്ങൾ വളരുന്നത് പോലെയല്ലേ, പിടിച്ച് 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 പിന്നെ പിന്നെ വീഴില്ല. പിന്നെ നമുക്ക് മനസ്സിലാവും ബാലൻസിങ് എന്താണെന്ന്. ആ ബാലൻസിങ് കിട്ടുന്നത് എപ്പോഴും ഈ ഒരു ജേണി കൂടെ നമുക്ക് ആ ബാലൻസിങ് ഉണ്ടാവുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. അല്ല, ഇപ്പൊ ഡിയസ്ര വരുമ്പോ എത്ര സിനിമ അഭിനയിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു ഓർമ്മ എണ്ണൊക്കെ? ഞാൻ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നു 70 കഴിഞ്ഞിട്ടുണ്ട്. 70 പടങ്ങൾക്ക് മുകളിൽ വന്നിട്ടാണ് ഞാൻ ഈ ഡിയസ്ര ചെയ്യുന്നത്. പക്ഷെ ജൂനിയർ ആക്ടറായിട്ട് ഒരു 50-നകത്ത് 47 പടം എൻ്റെ കണക്കിലുണ്ട് ജൂനിയർ ആക്ടർ. അതിൽ എനിക്ക് തോന്നുന്നു 47 40 എൻ്റെ മുഖമില്ല. ഞാൻ കൂട്ടത്തിലുണ്ട്. എനിക്കറിയാം അവിടെ നിൽക്കുന്ന ഞാനൊക്കെ വരും ഈ ഒരു പടത്തിൽ. അല്ല, ഇപ്പൊ എന്റെ ഒരു സാധനങ്ങൾ നോക്കും. പണ്ട് താണ്ഡവം സിനിമയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഇഷ്യൂ അല്ല, തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, വേറെ ഒന്നല്ല. ഈ ഒരു 10,000-ഓളം ആൾക്കാരുണ്ട്. താണ്ഡവം സിനിമയുടെ ഒരു മെയിൻ പോർഷനാണ്. നെടുമുടി വേണു സാറ് മരിച്ചിട്ട് സഹോദരനായിട്ടുള്ള ലാൽ സാറ് കയറി വരുന്നതാണ്. ഭയങ്കര സങ്കടത്തോടെ വരുന്നൊരു സീനാണ്. അപ്പോൾ ഞാനന്ന് MG കോളേജ് പഠിക്കുന്ന ടൈമിലാണ്. അപ്പം എസ്പെഷ്യലി ലാലേട്ടൻ പഠിച്ച കോളേജാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെയൊക്കെ ഫസ്റ്റ് ഷോ ഉറപ്പാണ് തിയേറ്ററിൽ, ശ്രീകുമാർ തിയേറ്ററിലാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടത്. ഇരിക്കുമ്പോഴത്തേക്കും ആ സീൻ വന്നു. ഞാൻ ഈ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഈ കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ എനിക്കാണെങ്കിൽ ലാൽ സാറിനൊന്ന് അടുത്ത് കാണണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ പുള്ളി വരുന്ന റൂട്ട് എന്ന് അറിയില്ല. ഇപ്പോൾ നടന്നിട്ടുള്ള സീനാകുമ്പോഴത്തേക്കും ഇത് പാൻ ചെയ്ത് പോകുന്നതാണ്. ക്യാമറ മറ്റേ ക്രെയിനിൽ ഇങ്ങനെ പാൻ ചെയ്ത് ഇങ്ങനെ വരുന്ന സാധനം. പുള്ളി അവിടുന്ന് റിഹേഴ്സലിനുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റിഹേഴ്സൽ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്നെ നിർത്തിയ സ്ഥലത്ത് നിന്ന് മാറി മാറി പോകുന്നുണ്ടായിരുന്നു. പുള്ളി വരണ വഴിയായെന്ന് അറിയാനായിട്ട്. ഒരു അസോസിയേറ്റ് എന്നെ വിളിച്ചിട്ട് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് പണി തന്നാണെന്ന് ഞാൻ കരുതിയത്. പക്ഷെ കൃത്യം ആ സൈഡിൽ കൂടെയാണ് ടേക്കിൽ ലാലേട്ടൻ നടന്നു വരുന്നത്. കൃത്യം വരുന്നു, അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നിൽക്കുന്നു, ഭയങ്കര സങ്കടത്തോടെ നോക്കുന്നു. നമുക്ക് ഭയങ്കര സങ്കടം വരും. പുള്ളി ലൈവായിട്ട് അഭിനയിക്കണ തന്നെ നോക്കുന്നുണ്ട്. ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. ആദ്യത്തെ ദിവസം റിലീസ് ഡേയിൽ ഞാൻ പോയിരുന്ന് കണ്ട് നോക്കിയപ്പോൾ ആ സീനായി. അപ്പോൾ സീനാകുമ്പം ഞാൻ നോക്കുമ്പോൾ കൊള്ളാലോ വരുന്നത്. ആ ദൂരമായിട്ട് ഇങ്ങനെ പാൻ ചെയ്ത് വരുമ്പോഴാണ് നമ്മളെ കാണുന്നത്. നല്ല ഗംഭീരമായിട്ട് കാണിക്കുന്നുണ്ട്. ലാലേട്ടപ്പം അടുത്തടുത്ത് വരുന്നുണ്ട്. ഇങ്ങനെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻ്റിൽ ഇങ്ങനെ തിയേറ്റർ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അമ്മാതിരി സെൻറ്റി സീൻ. പക്ഷെ എനിക്കവിടെ ഈ സെൻറ്റി സീൻ അല്ല ഫീൽ. ഞാൻ നോക്കുമ്പോൾ ദൈവമേ, എന്നെ എന്ത് നന്നായിട്ടാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ നിറച്ച് കാണിക്കണത്.
ആ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ കൊണ്ടുപോകണ മിഠായിയും പേപ്പർ ഇതെല്ലാം ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പോയി സാധനം. ഞാനിതെല്ലാം വാരി വലിച്ചെറിഞ്ഞ് ഒരു ആ സന്തോഷത്തിന്റെ ഒരു ഹൈപ്പ് കാണിച്ചതാ. നല്ല ചീത്ത, നല്ല 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 പൊട്ടാസ് ചീത്ത. പക്ഷെ ഫാൻ ഷോ എനിക്ക് പക്ഷെ അത് ഫീൽ ആയില്ല. എന്നെ എൻ്റെ വീട്ടുകാരെ ചേർത്തൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലായി. പക്ഷെ ആ മൊമെന്റ് ഞാൻ അനുഭവിച്ചൊരു നിർവൃതിയുണ്ട്. എന്നെ ഇങ്ങനെ അത് ലാൽ സാറുള്ളൊരു ഷോട്ടില് നന്നായിട്ട് ഇങ്ങനെ സ്ക്രീനിൽ, അതാണ് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഏറ്റവും നന്നായിട്ട് കാണിച്ച ആദ്യത്തെ സീൻ താണ്ഡവം സിനിമയിൽ. അപ്പൊ പിന്നെ എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു എന്നുള്ള ഇനി പറയണ്ട. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ചിലപ്പോൾ ഇപ്പം താണ്ഡവം പോലത്തെ സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിനിമ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്ന, എൻ്റർടൈൻഡ് ആവുന്ന സിനിമ, പക്ഷെ നമ്മൾ അഭിനയിച്ച ഭാഗം മാത്രം അതിലില്ല എന്ന് പറയുന്ന സിനാരി കൂടി വരാമല്ലോ. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമ നമ്മൾ എല്ലാ തരത്തിലും ആസ്വദിക്കും. അത് അവിടെ ഒരു എല്ലാവരും സിനിമ കഴിഞ്ഞ ആഹ്ലാദത്തോടെ മികച്ച സിനിമ കണ്ടിറങ്ങി പോകുമ്പോൾ നമ്മൾ വെട്ടിക്കളയപ്പെട്ടു, അല്ലെങ്കിൽ എന്തോ കാരണത്താൽ നമ്മൾ അതിലില്ല എന്നുള്ളൊരു നിരാശയോടെ മടങ്ങിയ സാഹചര്യം കൂടി ഉണ്ടാവും. ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്ന രാജീവ് അദ്ദേഹത്തിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതില് ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഞാൻ കമ്മീഷൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ സിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യണ ഈ കമ്മീഷൻ ഓഫീസിൽ വരണമല്ലോ. അപ്പം അങ്ങനെയാണ് ഭയങ്കര പരിചയമായി. അപ്പം എനിക്ക് കുറേ പ്രധാനപ്പെട്ട സീനുകളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, എൻ്റേതായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ അഭിനയത്തിൻ്റെ മികവ് കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തുകൊണ്ടാണോ അറിയില്ല, ചെയ്ത കുറച്ച് നല്ല സാധനങ്ങൾ പടത്തിരുന്നു. പക്ഷെ പലയിടത്തും തന്നെ കാണിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ. പക്ഷെ അന്ന് കുറച്ച് വിഷമമൊക്കെ വന്നെങ്കിലും അത് മാത്രമല്ല, കുറേ പടങ്ങളിൽ എനിക്ക് കുറേ നല്ല സാധനം എന്നെ ഈ ക്ലോസ് വരെയൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ. അതാണ് ചിലപ്പോൾ ആളുകൾ നിരാശപ്പെടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ ഓൺ സ്ക്രീൻ പെർഫോം ചെയ്യുന്ന റോൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ സിനിമ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളൊരു പാസിംഗ് ഷോട്ടിൽ പോകുന്ന ഒരു സംഭവം, നമ്മളുടെ ഒരു ക്ലോസപ്പ് പോലും വരാത്ത കാര്യം. പലപ്പോഴും നമ്മൾ ഈ ആഗ്രഹം കൂടുമ്പോൾ നമുക്ക് ചെയ്തു എന്ന് ആൾക്കാർ നമ്മൾ വിളിച്ചുകൊണ്ട് പോകും. ഏറ്റവും അടുത്ത കൂട്ടുകാരെ, ചിലപ്പം വീട്ടില്. എൻ്റെ അമ്മ പലപ്പോഴും ഈ അടുത്ത കാലം വരെയൊക്കെ പറയുമായിരുന്നു, അമ്മ ഈ പോസ് ചെയ്ത് കാണുമെന്ന് പറഞ്ഞിട്ട്, നീ അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ അമ്മ. പക്ഷെ അത് കളിയാക്കലല്ല, അവർക്കും കാണാനൊക്കെ ആഗ്രഹമുണ്ട്. ഈ ലാസ്റ്റ് ഇത് ഇങ്ങനെ ഒത്തിരി മോമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു ടൈം കഴിയുമ്പം ഇതൊന്നും പെയിൻ അല്ലാതായിട്ട് മാറും. നമുക്കിതൊരു അനുഭവം, ഇതൊരു ഭാഗമാണ്, സിനിമയുടെ ഭാഗ്യമായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും അഭിനയിച്ചു, ചിലപ്പോൾ വന്നേക്കാം എന്നുള്ള ചിന്തയില് ഒരു അനിശ്ചിതത്വത്തിലൂടെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മൾ അഭിനയം കഴിഞ്ഞ് പോകുന്നത്. ആണ് സിനിമയെ അതാണല്ലോ. തീർച്ചയായിട്ടും ഒരു അനിശ്ചിതത്വത്തിന്റെ ഒരു വലിയൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. എനിക്ക് പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ടാവണം എനിക്ക് ഏറ്റവും സന്തോഷം മൊമെന്റ് എന്ന് പറയുന്ന 3 ദിവസം മുന്നേ പലപ്പോഴും എൻ്റെ പെർഫോമൻസിൽ ചെറിയ ചെറിയ പരിപാടികളെല്ലാം എൻ്റെ വീട്ടുകാരെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു അച്ഛൻ എന്നെ വിളിച്ചു. എന്നെ 8ാമത്തെ വയസ്സിൽ എൻ്റെ ആദ്യമായിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഒരു ബാലതാരങ്ങൾ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ അച്ഛനാണ്. അന്നും അച്ഛനൊരു സാധാ ഒരു കടയൊക്കെയാണ്. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ കച്ചവടം വേണ്ടാന്ന് വെച്ചിട്ട് അച്ഛൻ എന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ ആഗ്രഹം കണ്ടിട്ട് മാത്രമാണ്. അല്ല ഞങ്ങൾക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൽ കണ്ട അഡ്രസ്സിൽ ഞങ്ങൾ ചെല്ലുന്നതും അവിടെ ഒരു ഓഡിഷൻ നടക്കുന്നത് ട്രിവാൻഡ്രത്ത് തന്നെ. ഒത്തിരി പിള്ളേരുണ്ട്. അന്ന് ഈ സോഷ്യൽ മീഡിയ സംഭവം ഒന്നുമില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പോയതും അന്ന് സെലക്ഷനായിട്ടും സിനിമ നടക്കാതെ പോയതാണ്. എൻ്റെ ആദ്യത്തെ അനുഭവം അതാണ്. ജസ്റ്റ് സിനിമയിൽ തന്നെ ലീഡ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് 1 മാസത്തെ ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് നടക്കാതെ പോയതാണ് എൻ്റെ ആദ്യ സിനിമ കഥ എന്ന് പറയുന്നത്, എൻ്റെ ഇതിലേക്കുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 3 ദിവസം മുന്നേ അച്ഛൻ വിളിക്കുമ്പോൾ പതിവില്ല അച്ഛൻ അങ്ങനെ, ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വല്ലപ്പോഴും അച്ഛൻ വിളിക്കും. അങ്ങനെ വിളിക്കാറില്ല. അച്ഛൻ അറിയാം ഇതിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പലരും പറയാൻ, അണ്ണ മോനെ കണ്ടിരുന്ന കേട്ടോ സിനിമയിൽ കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ പാവം. അച്ഛൻ ഭയങ്കര സിനിമ ആരാധന. ഈ പണ്ട് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ പഴയ കിങ്ങും മറ്റേ ഇന്ദ്രജാലും ആര്യനൊക്കെ 10ഉം 15ഉം തവണ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അത് മാത്രമാണ് സിനിമയുടെ ആ ഒരു ബ്ലഡ് എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ കുടുംബത്തിലുള്ളത്. അപ്പം ഇങ്ങനെ അച്ഛൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ മക്കളെ, കടയിൽ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് നീ നന്നായിട്ട് ചെയ്തു, ഭയങ്കര രസമായിരുന്നു, സിനിമയിൽ നിറച്ചുകൊണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത്രയും പ്രായമായൊരു മനുഷ്യൻ അതിനോട് പറയുമ്പോൾ എനിക്ക് ആ ഫീല് മനസ്സിലായി. ഞാൻ നേരിട്ട് ആഗ്രഹമാണല്ലോ അതാ അത് പറഞ്ഞത്. അച്ഛൻ എങ്ങനെ വളരെ കൂളായിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് എനിക്ക് എൻ്റെ ആ പിക്ചർ ഉണ്ട്. അച്ഛൻ ഏത് മൂഡിലാണ് എന്നോട് പറയുന്നത്, ആ ഫീൽ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിൽ എന്നും എന്നെ ആ 8ാം വയസ്സിൽ എന്നെ അന്ന് കൊണ്ടുപോയൊരു ഓഡിഷനാണ് അച്ഛൻ. കാര്യം അന്ന് എനിക്ക് സങ്കടം വന്നതും അച്ഛനറിയാം. കുട്ടിയുടെ സങ്കടത്തിന്റെ ആ ഒരു സങ്കടം അച്ഛന് ഫീലാണ് എന്ന് പറയുമ്പോൾ ഏകദേശം 34 കൊല്ലം മുമ്പ് അത് സംഭവിക്കുന്നത്. അന്ന് ആ 34 കൊല്ലത്തിന് ശേഷം അതേ
എന്നെ കൊണ്ടുപോയി എൻ്റെ അച്ഛൻ എന്നോട് പറയുകയാണ്, എല്ലാവരും വന്ന് എന്നോട് പറയുന്നു, എല്ലാവരും വീണ്ടും വീണ്ടും കാണാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടടാ എന്ന് ഒരു അത്രയും പ്രായമുള്ള എൻ്റെ അച്ഛൻ പറയുമ്പോൾ അച്ഛനൊപ്പം കാണണ്ടേ? അപ്പൊ സിനിമ കണ്ടോ അച്ഛൻ? അച്ഛൻ കണ്ടു. ഞാൻ സിനിമ റിലീസാവുന്നതിന് തലേ ദിവസം തന്നെ ഞാൻ പറഞ്ഞ അച്ഛാ നാളെയാണ്, ഇങ്ങനെ ഞാൻ പറയുള്ളൂ, അച്ഛൻ നാളെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അച്ഛനോട് പറയുന്നത്. ഈ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ പടം എന്താണെന്നുള്ള എനിക്കൊരു ധാരണയുണ്ടല്ലോ. ഞാൻ പറഞ്ഞ അച്ഛൻ നാളെയാണ് സിനിമ ഇറങ്ങുന്നത്, അച്ഛൻ കാണണം എവിടെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് ഞാൻ ടിക്കറ്റ് ഇട്ടേക്കാം. ഞാൻ അമ്മയോടും പറഞ്ഞു, പിന്നെ എൻ്റെ ഒരു ടീച്ചറിനോട് പറഞ്ഞു. മായ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എന്നെ ടീച്ചറിനോട് വിളിച്ചു, ടീച്ചറെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം. ഞാൻ ഈ രാഹുലിനെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ എന്നെ കണ്ടിട്ട് രണ്ടാമത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണ ഇവിടെ കാണണമെന്ന് പറഞ്ഞ് പോകുമ്പോഴും ഞാൻ ടീച്ചറിനോട് പറഞ്ഞിരുന്നു, ടീച്ചറെ ഇങ്ങനെ പോകണം, നീ പോയിട്ട് വാ, ഇത് നടക്കും, നല്ലതായിട്ട് വരും എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ദിന്നാദ് പുത്തഞ്ചേരിയോട് പറഞ്ഞിരുന്നു. ദിന്നാദാണ് അന്ന് ആ ഇൻ്റർവ്യൂ റീൽ രാഹുലിനെ അടുത്ത് അയക്കുന്നത്. ഇദ്ദേഹത്തെ നോക്കിയാലോ എന്ന് പറയുന്നത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ദിന്നാദാണ്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ തലേദിവസമേ തന്നെ വിളിച്ചു പറഞ്ഞു, നാളെയാണ്, എല്ലാവരും കൂടെ വേണം, എനിക്ക് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സുനിൽ ഇബ്രാഹിം ചേട്ടനോട് വിളിച്ചു പറഞ്ഞു, ചേട്ടാ നാളെ പ്രധാനപ്പെട്ട റോളാണ്. വൈയിൽ ആദ്യമായിട്ട് തന്നെ ഒരു മെയിൻ റോൾ തരാൻ മനസ്സ് കാണിച്ച ആദ്യത്തെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ പൂർണ്ണമായിട്ടും നിൽക്കുന്ന ഒരു ക്യാരക്ടർ കാണിച്ച അദ്ദേഹത്തോട് പറഞ്ഞു. ഇവരോടൊക്കെ പിന്നെ മമ്മൂട്ടി സാറിനോട് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, സാർ നാളെ റിലീസാവുകയാണ് സാർ. അപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു, ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചയച്ചു. ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്ത കാര്യങ്ങൾ റിലീസാവുന്നതിന് മുമ്പ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് വെളിയിൽ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ, ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു ആൾ നോക്കുമ്പം സർക്കാർ ജോലിയാണ് ഏറ്റവും സ്ഥിരതയുള്ള ജോലി എന്ന് ആളുകൾ പറയും. ഇപ്പം സർക്കാർ ജോലി ഉപേക്ഷിച്ചിട്ട് വേറൊരു കാര്യത്തിന് പോകുമ്പോൾ പോലും ആളുകൾ പലതരത്തിൽ പിന്തിരിക്കും. അപ്പോൾ ശരിക്കും നമ്മളൊരു പിന്നെ ഉദ്യോഗാർത്ഥിയെ പോലെ, ഒരു തൊഴിലന്വേഷകനെ പോലെയാണല്ലോ സിനിമയുടെ ഭാഗം. നമ്മളുടെ പാഷൻ്റെ പുറത്താണ് പോകുന്നത്. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപക്ഷെ ഒരു 80 to 90% ആളുകൾക്ക് ഇത് ഇവരുടെ ഒരു തരം വട്ട്, അല്ലെ എന്താണ് ഈ കളി കാണുന്നത് എന്നൊരു നമ്മളെ നിരാശപ്പെടുത്തുന്ന, ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന സാഹചര്യം ആയിരിക്കില്ല കൂടുതൽ കാണേണ്ടി വരിക. അതിൽ നിന്ന് ഭയങ്കര ശക്തി ആർജിച്ച് ഇതൊരു വട്ടല്ല, ഇതെൻ്റെ ഒരു പാഷനെ, അതായത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അംബീഷനെ ഞാൻ പിന്തുടരുകയാണ് എന്ന് തോന്നിപ്പിക്കേണ്ട, അവരെല്ലാം ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ട് വരുമല്ലോ. അതല്ലെങ്കിൽ നമ്മളോട് പറയുന്നവർ, നീ അഭിനയിച്ച പടം, നീ ഒരാഴ്ച പോയി അഭിനയിച്ച പടത്തിൽ നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയാം, ഈ സീനിന് വേണ്ടിയിട്ടാണോ, അങ്ങനെ ഒരുപാട് ഈ കുറ്റപ്പെടുത്തലുകളും നിരാശപ്പെടുത്തലും അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഒത്തിരി ഉണ്ടായിട്ട്. പക്ഷെ എനിക്ക് ഇതിൽ ഞാൻ ഇങ്ങനെ പറയുന്നതിനെ വളരെ ചിരിച്ചുകൊണ്ടേ ഞാൻ നിൽക്കുള്ളൂ. ഞാൻ ഇതിന് റിയാക്ട് ചെയ്യാൻ നിൽക്കില്ല. നീ കാണിക്കണുണ്ടെന്ന് പോട്ടെ, പോണെങ്കിൽ പോട്ടെ എന്നേ ഞാൻ റിയാക്ട് ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് എന്നിലൊരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് അന്നും ഉണ്ട്, ഇന്നുണ്ട്, എപ്പോഴും ഉണ്ട്. ഞാൻ എന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഏറ്റവും ആദ്യം വിശ്വസിക്കുന്നത് എന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ വീണു പോകാറുമുണ്ട്. ഈ തരത്തിൽ ചുറ്റുപാട് നിന്നിട്ട് എൻ്റെ വീട്ടുകാർ പോലും ഞാൻ ലീവ് എടുത്ത് അറിയുന്നത് കുറേ ദിവസം ഞാൻ ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരുന്നപ്പോഴാണ്. എൻ്റെ വൈഫ് ആദ്യമായിട്ട് ജിവി ഇപ്പം ജോലിക്കുന്നുണ്ട്, എന്താ സംഭവം? കാര്യം ഒരു കാര്യത്തിലും ഒരു വിധത്തിൽ റെസ്ട്രിക്ഷൻ ഉള്ളൊരു സംഭവമല്ല. വീട്ടിലങ്ങനെ എന്നോട് ചോദിച്ചിട്ട് എൻ്റെ വൈഫ് അവിടെ പോകാവുന്നോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ വൈഫ്, അങ്ങനെയൊന്നും ഒരു ചിട്ടവട്ടവും ഇല്ല. നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്ത് കാര്യവും സ്വന്തം കാര്യങ്ങളാണ് എന്നുള്ള മാത്രമാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിൽ കുറേ ദിവസമായപ്പം വൈഫ് എന്നോട് ചോദിച്ചു, ജിവി എന്താ ഇപ്പം ജോലിക്കകത്ത് എന്താ വല്ല മെഡിക്കൽ ലീവ് എന്നാലും വേണം, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇടി ഞാൻ 5 കൊല്ലത്തേക്ക് ലീവ് എടുത്ത് കേട്ടോ എന്ന് പറഞ്ഞ്. നന്നായി, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ, വല്ലത് അവിടെ ഇവിടെ എന്നല്ല, അങ്ങനെ ഒരു സപ്പോർട്ട് തരുന്നതാണ്. എൻ്റെ വീട്ടിൽ ഒരു അതിശയവും തോന്നിയില്ല എന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല, എൻ്റെ അച്ഛനും അമ്മയും ഇത് ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്തോ പറഞ്ഞെടുത്ത് എൻ്റെ അമ്മ ചോദിച്ചു, നീ ജോലി ഇനിയിപ്പോൾ ഒരു കാര്യം ഒന്നിൽ ഫോക്കസ് ചെയ്താൽ മതി. അതെ, അതാണ് പറഞ്ഞത്. എൻ്റെ അമ്മ ഇതുപോലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം വളരെ ഫ്രീ ആയിട്ട് എന്നെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. സാധാരണ ജോലിക്കടയിലാണെങ്കിൽ പിന്നെ അതെ വളരെ പെട്ടെന്ന് കിട്ടുന്നത്. അപ്പം ചോദിച്ചു, നീ ഇന്ന് പോയില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് കുറച്ച് ദിവസമായി. എന്തിട്ട് എന്താണ് നിന്റെ പ്രശ്നം? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലപ്പം ഞാൻ ലോങ് ലീവ് എടുത്ത്, ഞാൻ 5 കൊല്ലത്തേക്ക് എടുത്തു. നീ എടുത്താ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അമ്മ എന്താ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇതൊക്കെ? നീ ഇത്ര നേരത്തെ നീ എടുത്തോ? ഞാൻ എടുത്തു. ഇനി അടുത്ത ഷൂട്ടിംഗ് ഒക്കെ നീ എന്നാ പോകുന്നത്? കൊച്ചിയിലാണോ? അത് ഈ വളരെ കാഷ്വൽ ടോക്കാണ്. ഇവർക്ക് ആർക്കും ഒരു അതിശയമില്ല. ഞാൻ ലീവ് എടുത്തതിൽ ഒരു അതിശയവും ഇല്ല എന്നുള്ളതാണ്. വളരെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നീ മറ്റേ ഞാണിന്മേൽ കളിയാണ്, ഭയങ്കര പ്രശ്നമാണ്, 2 കുഞ്ഞുങ്ങളാണുള്ളത്, കുടുംബം നോക്കണം. ഞാൻ ഇതിലൊന്നും സീരിയസ് ആയിട്ട് പറയുകയാണ്, ഞാൻ ഇതിലൊന്നും ഒരു വിഷയം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്.
കൃത്യമായിട്ടും ഒരിക്കലും സിനിമ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എന്നെ ആക്കിയിട്ടില്ല. ഏതെങ്കിലും മൊമെന്റിൽ എനിക്ക് കൃത്യമായിട്ടും എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പെട്ടുപോയ സമയങ്ങളുണ്ടായിട്ട്, സാമ്പത്തികം വലിയൊരു കാര്യമാണ് ജീവിക്കണം എന്നുണ്ടെങ്കിൽ. ഞാൻ മനസ്സിലാക്കിയത് ഈ കൃത്യമായിട്ട് എനിക്ക് എമർജൻസി ആയിട്ട് എനിക്കൊരു 50,000 രൂപ വേണം. ആകെ അക്കൗണ്ടിൽ 134 രൂപ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ ഒന്നും അറിയാതെ നിൽക്കുമ്പോൾ വെറുതെ ഞാൻ നോക്കുമ്പോൾ ഈ കുറേ ഇങ്ങനത്തെ ഇൻസിഡൻറ്റുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ മെസ്സേജ് വന്നപ്പോൾ നോക്കുമ്പോൾ 74,000 രൂപ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നു. എനിക്ക് മനസ്സിലായില്ല ഇത് എവിടെ നിന്നാണ് ഈ വന്നതെന്നുള്ളത്. നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്ത ടാക്സ് മറ്റേ സിനിമയിൽ നിന്ന് പിടിച്ച എൻ്റെ ഇതുണ്ടല്ലോ, അതിൻ്റെത് തിരിച്ചു വന്നതാണ്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ദൈവം ഈ സംഭവം കൊള്ളാമല്ലോ. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെനിക്ക് എൻ്റെ സിനിമയിൽ നിന്ന് എൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്ത് പോയതാണ്. അതിനെനിക്ക് തിരിച്ചു വന്ന പൈസയാണത്. ഇപ്പൊ ആഡ് ആണെങ്കിലും ആ രീതിയിൽ പെർഫോമറിനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ജിബിന്റെ ആഡുകളെല്ലാം ഭയങ്കര നന്നായി സിനിമയോളം നോട്ടീസ് ചെയ്തിട്ടുള്ള, നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ സിനിമ ഇപ്പൊ നോട്ടീസ് ചെയ്യപ്പെട്ടുള്ളതാണ്. അതും സത്യത്തിലൊരു ഊർജ്ജം തരുന്നുണ്ടല്ലോ. അവിടെയും പെർഫോമർ എന്നുള്ള നിലയ്ക്ക് തന്നെയാണല്ലോ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത്. അതിൽ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനന്ന് ആഡ് ചെയ്ത ആരോടെ? ദുൽഖറിനോടൊപ്പം. ഇപ്പം ഞാൻ ആരോടാ ഇപ്പം ഒരു ഹിറ്റ് അടിച്ചത്? പ്രണവിനോടൊപ്പമാണ്. ഇത് ആരുടെയൊക്കെ മക്കളാ. നോക്കുമ്പോ അത് മമ്മൂട്ടി സാറിന്റെ മോനോടൊപ്പം അന്ന് എനിക്ക് ഭയങ്കര ഒരു ഓളം ഉണ്ടാക്കി തന്ന ഒരു ആടാണ്. കുറേ ചാൻസ്. അതെ. ഇപ്പോ ഈ ഒരു പടം മാതിരി വിജയിച്ചപ്പോ ഞാൻ ചെയ്തേക്കുന്നത് പ്രണവിനോടൊപ്പമാണ്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കായിരുന്നു, ഇത് കൊള്ളാലോ ഈ പരിപാടി. ഈ രണ്ട് മലയാളത്തിന്റെ മഹാരഥന്മാരുടെ ആ കുടുംബത്തിലെ രണ്ടുപേരോടൊപ്പം നിന്നാണ് എനിക്ക് 2 തവണയും ഒരു ഹൈപ്പ് ബ്രേക്ക് കിട്ടുന്നത്. അല്ലെ, സീരിയസ്ലി അല്ലെ, ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചതാണത്. അതൊക്കെ ഇത് വളരെ സ്വാഭാവികമാണ്, എന്നാൽ വളരെ അപ്രതീക്ഷിതമാണ്. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ്. പരസ്യം ഇതുപോലെയൊക്കെ തന്നെയാണ്. ഭയങ്കര എനിക്ക് റീച്ച് തന്നതായിരുന്നു. ഇപ്പൊ 47 പടങ്ങളിലെ ചെറു റോളുകൾ എന്ന് പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു, അതിലൊക്കെ ഒരു നിശ്ചയദാർഢ്യത്തോടെ എൻ്റെ നമ്പർ വരും, അല്ലെങ്കിൽ എനിക്ക് അവിടെ എത്തിപ്പെടാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഘട്ടത്തിലെങ്കിലും എന്നാൽ ഇതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. കാരണം ഒരുപാട് പേര് പാതിയിൽ അവസാനിപ്പിച്ച് പോകുന്നവരുണ്ട്. ഇപ്പം 34 വർഷം എന്ന് വെച്ചാൽ ചെറിയൊരു കാലയളവല്ലല്ലോ. ഒരു 8 വയസ്സുകാരൻ്റെ ജേണി എന്നുള്ള നിലയ്ക്ക് എന്നാൽ പോലും നമ്മുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹത്തിൻ്റെ അല്ലെ പാഷനെ പിന്തുടർന്നിട്ടുള്ള 34 വർഷമാണല്ലോ. ഇനി ഒന്ന് ബ്രേക്ക് എടുത്തേക്കാം, ഇനി അങ്ങനെയൊക്കെ തോന്നുന്നൊരു പിൻവലിയലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരു തവണ അതിൽ എനിക്കിപ്പം ഭയങ്കര ഒരു റിഗ്രറ്റ് തോന്നാറുണ്ട്. അത് ഞാൻ ആ ഒരു മൊമെന്റിൽ അത് ചിന്തിക്കാൻ പാടില്ലായിരുന്നു. അത് സിനിമയായിരുന്നില്ല വിഷയം. ഈ പറഞ്ഞ പോലെ പോലീസിലെ ആ സോഷ്യൽ മീഡിയ സെല്ലിന്റെ ഭാഗമായിട്ട് ചെയ്തൊരു വീഡിയോ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെ ആണെങ്കിലും പൊളിറ്റിക്കലി ഒരു ഇൻകറക്റ്റ് ആണെന്ന് കുറേ സ്ഥലങ്ങളിൽ നിന്നൊരു സംഭവം വന്നു. ചിന്തിക്കുമ്പോൾ ശരിയാണ്, ഒരു പൊളിറ്റിക്കലി ഒരു ഇൻകറക്റ്റ് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് അല്ലായിരുന്നു പറഞ്ഞത് ശരിയല്ലെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. വളരെ യാദൃച്ഛികമായിട്ട് ആ ഒരു ഡീപ്പ് തോട്ട് വരാത്തതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതാണ് ഈ പോലീസിൻ്റെ മീഡിയ സെല്ലിലെ ഒരു വീഡിയോ വരുമ്പോൾ ഞാൻ മുന്നിൽ കയറിയത് ഞാൻ പെർഫോം ചെയ്തോളാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു സമയത്ത് അതിഭീകരമായിട്ട് എനിക്ക് ഫാൻ ബേസും ഉണ്ടായി. ഞാൻ കാരണം ആ ഒരു സംഭവത്തിലെ ഒരു ആൾക്ക് സൈബർ ബുള്ളിങ് പോലീസുകാർ അവരെ ഇട്ടുകൊടുത്തു എന്നൊരു സംസാരം ഉണ്ടായി. അവിടെ പാളിപ്പോയി. കാര്യം അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ പ്രായമാണ്. എൻ്റെ മോക്കന്ന് എത്ര വയസ്സ് വരും? മാക്സിമം ഒരു 2 വയസ്സ് വരും, 1.5-2 വയസ്സേ ഉള്ളൂ. എൻ്റെ ഫാമിലിയെ ചേർത്ത് വരെ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഉൾപ്പെടെ ചേർത്തിട്ട് അമ്മാതിരി ബുള്ളിങ്ങാണ് നടന്നത് സൈബർ സ്പേസിൽ. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ മൈൻഡാക്കിയില്ല. പിന്നെ എനിക്കിത് കാര്യം എന്നെ അറിയാത്തവർ എന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ മീഡിയയിൽ, ഓൺലൈൻ അല്ലെങ്കിൽ സൈബർ സ്പേസിൽ ഭയങ്കര റീച്ചുള്ള, ഇന്ത്യക്ക് പുറത്തൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് വലിയ വലിയ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന, പൊളിറ്റിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്സ് പരമായിട്ടും പൊളിറ്റിക്കലി ആയിട്ടും സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ ഒരു ഫ്രെയിമിലെ എൻ്റെ ഒരു ലുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ പറയുന്നത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്. പക്ഷെ അവർ എന്നെ ഫിസിക്കലി വരെ ചെയ്തിട്ട് അവൻ്റെ ലുക്ക് നോക്കുക, അവൻ്റെ നോട്ടം നോക്കുക, അവൻ കണ്ടാൽ അവനോട് ഒരു ഫ്രോഡാണെന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ട് അതൊന്നും എനിക്ക് വിഷയമില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലിയെ ചേർത്തൊക്കെ വല്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളിലേക്കും വീട്ടിലേക്കൊക്കെ വന്നപ്പോൾ ഞാൻ ഒന്ന് പതറിപ്പോയി. ആ മൊമെന്റിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു, എനിക്ക് മടുത്തു, ഞാൻ ഇനി ഒന്നിനുമില്ല, ഞാൻ ആരെയും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, സോറി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. പക്ഷെ ആ മൊമെന്റിൽ ഞാൻ തിരിച്ചറിഞ്ഞു, ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി. സിനിമയ്ക്കകത്തും പോലീസിനകത്തും നാട്ടുകാരൊക്കെ വെച്ചിട്ട് എന്തിന്
പറയുന്നൊരു പറഞ്ഞോട്ടെ, ഈ മുഖമില്ലാത്തവർ എന്ത് വേണം പറയാം, മൈൻഡാക്കേണ്ട ആവശ്യമില്ല. നീ ഒരു മണിക്കൂർ ഞാൻ പോസ്റ്റ് ഇട്ടോളൂ, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്തിന് ഞാൻ വീണു പേടിക്കണ്ട. എൻ്റെ മക്കളെ എൻ്റെ വീട്ടുകാരെ നോക്കാൻ എനിക്കറിയാം. അത് നാട്ടുകാരല്ലല്ലോ അത് തീരുമാനം എടുക്കുന്നത്. എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് സോറി പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോഴും അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ ആണെങ്കിലും തെറ്റില്ല എന്ന് പറയുന്നില്ല. അത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എന്ത് വന്നാലും എൻ്റെ മേഖല ഇത് തന്നെയാണ്. ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരും, ഞാൻ ചെയ്യും, അതെൻ്റെ കോൺഫിഡൻസ്. അത്രേ ഉള്ളൂ. ആ ഒരു മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. അങ്ങനെ DSR വരുമ്പോഴും കളങ്കാവൽ വരുന്ന സമയത്ത് ഇനി അങ്ങോട്ട് ഇപ്പം ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ പോലും ഒരു സംവിധായകൻ വിളിക്കുമ്പോൾ, ഒരു പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് വിളിക്കുന്ന സമയത്ത്, നേരത്തെ ആണെങ്കിൽ ഏത് കോളിനും പിന്നാലെ ആ സിനിമയുടെ ഭാഗമാവുകയാണല്ലോ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ആലോചനകൾ, ഒരുപാട് മുന്നൊരുക്കം അങ്ങനെ ആയിട്ടുണ്ടാവില്ലല്ലോ. ഇപ്പം കുറച്ചുകൂടി സെലക്റ്റീവ് ആവണം എന്നുള്ളത് പ്രേക്ഷകർ കൂടി തരുന്നൊരു ഉത്തരവാദിത്തമാണല്ലോ. ഇങ്ങനെ പ്രധാനപ്പെട്ട 2 ക്യാരക്ടറുകൾ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ള, പെർഫോമൻസ് ഡ്രിവണായിട്ട് ചെയ്തിട്ടുള്ള, മലയാളത്തിൽ ഒരു പ്രോമിസിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ കൂടി കാണുന്ന സമയത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ട്, കുറച്ചുകൂടി സെലക്റ്റീവായി ചെയ്യണം, കുറച്ചുകൂടി നന്നായി ചെയ്യണം എന്നുള്ളത്. അങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് കൂടി എത്തിയോ ഇനി ചെയ്യുന്ന റോളുകൾ? അന്ന് ചിന്തിക്കാനുള്ളൊരു മൊമെൻറ്റിലോട്ട് എത്തിയെന്ന് എനിക്കറിയില്ല. കാര്യം സിനിമ ഇറങ്ങി ഇത്ര ദിവസമായിട്ടുള്ളൂ. അമ്മാതിരി നമുക്ക് കോൾസ് വരുന്നു, സിനിമയിൽ നിന്നും പുറത്തുനിന്നൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്, നല്ലതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പലരും എന്നോട് പറഞ്ഞു, കുറച്ചൊന്ന് ഈ പറഞ്ഞ അതേ ഡയലോഗ് എന്നോട് പറഞ്ഞു, കുറച്ചൊന്ന് സെലക്റ്റീവ് ആവണം. കാര്യം ഒന്നും ചെയ്യണ്ട എന്നല്ല എൻ്റെ അർത്ഥം. നമുക്ക് എന്തെങ്കിലും പ്രോമിനൻ്റ് ആയിട്ട് ഇപ്പം 3 സീനേ ഉള്ളതായിരിക്കും, പക്ഷെ ആ 3 സീൻ ആ സിനിമയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഗ്രിപ്പുണ്ട്, ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള സാധനം മാക്സിമം എടുക്കാൻ നോക്കണം. കാര്യം നിങ്ങളൊരു നല്ല ആക്ടറാണെന്ന് എല്ലാവരും പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന സംഭവങ്ങളിൽ ആ ഒരു സൂക്ഷ്മത ഉണ്ടാക്കണമെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, അതിൻ്റെയൊക്കെ നമ്മളിതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമല്ലേ, അപ്പം അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമായിരിക്കും എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റുന്നത്. എനിക്കറിയില്ലല്ലോ. കാര്യം ഒരു ക്യാരക്ടർ എന്താണ്, ഇപ്പോൾ ഒരു ഡയറക്ടർ പറഞ്ഞു തരുന്നു, ആരാണ് ഡയറക്ടർ, എന്താണ് അവരുടെ ആ ഒരു പ്രോഡക്റ്റ് എന്താണ്, ഞാൻ ആ ക്യാരക്ടറിൽ വരുമ്പോൾ എന്താണ് നേട്ടം സിനിമയ്ക്കും എനിക്കും എന്നൊക്കെ ഉള്ളത് ഇനി എന്തായാലും ഒന്ന് ഞാൻ ശ്രദ്ധിക്കും എന്നുള്ള 100% ഉറപ്പാണ്. അതിൻ്റെ ഈ പറഞ്ഞതുപോലെ എൻ്റെ എന്നെ ഇപ്പം ഇതുപോലെ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് അംഗീകരിച്ചവരോടുള്ള എൻ്റെ ഒരു കടപ്പാട് കൂടിയാണ്. തീർച്ചയായിട്ടും അത് റെസ്പെക്റ്റാണ് എടുക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ഒരു ശ്രമം ഞാൻ നടത്തും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. മിഥുന്റെ വെബ് സീരീസ് വരാനുണ്ട്. അതെ, അത് നല്ലൊരു ക്യാരക്ടർ. അത് വളരെ രസകരമായ, മീൻസ് ഈ പറഞ്ഞ പോലെ എനിക്കൊരു പെർഫോം ചെയ്യാനുള്ളൊരു ഭയങ്കര ഒരു സ്പേസ് ആണ് ആ സിനിമ എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഇപ്പോൾ ആശാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മിഥുനാശാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ ഞാൻ മുൻകൂട്ടി DSRയുടെ റിലീസ് പറഞ്ഞ ഒരു വ്യക്തിത്വം ഒന്ന് മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹമാണ്. എന്നെ ഈ പറഞ്ഞ വളരെ ഏത് മൊമെൻറ്റിലും എനിക്ക് ചെന്ന് സംസാരിക്കാൻ പറ്റുന്ന, ആ കൂട്ടത്തിൽ ചെന്നിരുന്ന എന്തും നമ്മളെ വളരെ ചേർത്ത് പിടിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹവും. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളതെന്നല്ല, ആ പുള്ളിക്കാരി ക്യാരക്ടറിനോട് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും ആപ്റ്റാണെന്ന് തോന്നിയിട്ട് ആ ക്യാരക്ടറിലേക്ക് വെച്ചാണ്. നല്ലൊരു ക്യാരക്ടറാണ്, നല്ല രസകരമായൊരു ക്യാരക്ടറാണ്. പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. ലിയോണ ഒക്കെയാണ് കൂടെ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മലയാളത്തിലാണെങ്കിൽ ഏത് ഭാഷയിൽ, ഇപ്പോൾ നമ്മളിപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ മമ്മൂക്കയെ പോലത്തെ ഒരു ആക്ടർ അടക്കം ഇപ്പോൾ അഭിനയത്തിൻ്റെ ഒരു 50 ആണ്ടൊക്കെ പിന്നിടുമ്പോൾ ഒരു 1-2 സീനിൽ നിന്ന് വന്നു പോകുന്നിടത്തുനിന്ന്, നമ്മളിപ്പോൾ ഒരു അപ്രധാനം എന്നൊക്കെ തോന്നുന്ന 1-2 സീനിൽ വന്നു പോകുന്നിടത്തുനിന്നാണ് ഈ പറയുന്ന ഒരു ഇന്ത്യയിലെ തന്നെ ഒരു ലെജൻഡറി ആക്ടറായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു പെർഫോമൻസിന് മുമ്പുള്ള സാധ്യതയാണല്ലോ ചിലപ്പം കുഞ്ഞു റോളുകൾ അത് വെട്ടിമാറ്റപ്പെടാം, സിനിമയിൽ തന്നെ പൂർണ്ണമായി മാറ്റപ്പെടാം, ചിലപ്പോൾ 3 ദിവസം അഭിനയിച്ചതിന് ശേഷം അത് ശരിയായില്ല എന്നിട്ട് റീപ്ലേസ് ചെയ്യപ്പെടാം. അങ്ങനെ പല സംഗതികളുണ്ടല്ലോ. ചിലപ്പം കുറച്ച് ദിവസം അഭിനയിച്ചതിന് ശേഷം ഇതല്ല ഈ ക്യാരക്ടറിന് പറ്റിയ ആൾ എന്നിട്ട് അടുത്ത ആക്ടറിനെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനം ഉണ്ടല്ലോ. ശരിക്കും ഈ ജിബിൻ ഇങ്ങനെ വന്ന് പറയുമ്പോഴും അല്ലെ DSR കാണുമ്പോഴും ഇതിന് പിന്നിൽ ഒരുപാട് പേര് ഇതുപോലെ ഞങ്ങളുടെ ദിവസം വന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഇപ്പം ജൂനിയർ ആക്ടേഴ്സായിട്ട് നിൽക്കുന്നവർ, ചിലപ്പോൾ നാളെ ഒരു സിനിമയ്ക്ക് കാസ്റ്റിംഗ് കോൾ കണ്ടാൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാമെന്ന് കരുതുന്നവർ, അല്ലെങ്കിൽ ഒരു 30 വർഷത്തിലായിട്ട് തന്നെ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള റോളുകൾ ട്രൈ ചെയ്യുന്ന ആളുകൾ. ശരിക്ക് അവർക്ക് കൂടി ഭയങ്കര ഒരു മോട്ടിവേഷനും പ്രചോദനമൊക്കെ ആയിട്ട് ഇത് മാറുന്നുണ്ടാവില്ലേ? ഒത്തിരി മെസ്സേജസ് അത് തന്നു. സത്യമായിട്ടും ചേട്ടാ, നിങ്ങൾ ഈ സിനിമയിൽ പെർഫോം ചെയ്യുന്നുണ്ടപ്പം സത്യമായിട്ടും മനസ്സ് മടുത്തിരുന്ന ഞങ്ങൾക്ക് ഭയങ്കര എനർജിയാണ് കിട്ടിയത്. ഞങ്ങൾക്ക് വിടാൻ തോന്നുന്നില്ല എന്നാണ് പറയുന്നത്.
എനിക്ക് എന്തോരം മെസ്സേജ് അതൊന്നും അറിയുമോ. അപ്പം നമ്മളെ ഈ പറഞ്ഞ ഒത്തിരി ഓഡിഷനുകളിൽ പോയി പരിചയപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ടെന്നേ, ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം പലരും പലതിലും ഒരു സിനിമ 2 സിനിമ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാര്യം അവന് കിട്ടുന്നുണ്ടല്ലോ, ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ടുണ്ട്, അളിയ ഭയങ്കര സന്തോഷമാണ്. കാര്യം നമുക്കും പറ്റും എന്നൊരു ധാരണ ഇപ്പോൾ വന്നു എന്നുള്ളതാണ്. ഇങ്ങനൊരു പെർഫോമൻസ് നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, അത്രയും കൈയടി കിട്ടുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് കണ്ടവരും കൂടെ നടന്നവരും ഒക്കെയാണ്. കൂട്ടത്തിൽ ഇങ്ങനെ ഒരുത്തൻ ഇങ്ങനെ കയറുമ്പോൾ നമുക്കും പ്രതീക്ഷയാണ്. അപ്പം ഞാനും ഈ പറഞ്ഞ പലരും ഇങ്ങനെ കയറി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അത് നമുക്ക് പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുത്തത് ഈ കാഴ്ചകളിൽ നിന്നാണ്. ഇതിപ്പോൾ അങ്ങനെ കുറേ പേർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണതിൽ. കാര്യം സ്വയം വിശ്വസിക്കാവുന്നൊരു സാധനം, അത് ഭയങ്കര ഒരു കാര്യമാണ്. അത് വേറൊരാൾ ചെയ്യുമ്പോഴാണ് എനിക്ക് അയാൾക്ക് പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊരു ചിന്ത വരിക എന്നുള്ള വലിയ കാര്യമല്ലേ. അതെനിക്ക് ഒത്തിരി മെസ്സേജ് ഉണ്ട് അങ്ങനെ, ഇൻസ്റ്റയിലാവട്ടെ. മറ്റു അനുകൂലമായ പ്രതികൂല സാഹചര്യം, ചുറ്റുപാട്, സാമ്പത്തിക അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വിട്ടുപോകേണ്ടി വന്ന ആളുകളെല്ലാം ഉണ്ടാവുമല്ലോ. ഉണ്ട് തീർച്ചയായിട്ടും. അതെനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഈ നമ്മളൊരു ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മളൊരു കാര്യത്തെ അളക്കുമ്പോഴാണ്, അല്ലെങ്കിൽ 2026 എനിക്ക് ഇത്ര സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ആക്ടറാകണമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് ചെയ്ത് വന്നിട്ട് സിനിമയാണ് നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു ടൈം കൃത്യമായിട്ടുണ്ട്. ആ സമയത്ത് സിനിമ തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ തീരുമാനിക്കുന്ന സമയത്തിൽ സിനിമാക്കാരനാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് വെച്ചാൽ എനിക്കൊരു സമയമുണ്ട്, ആ സമയം സിനിമ തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിരാശയില്ല. അത് 34 അല്ല 50 കൊല്ലം കഴിഞ്ഞാൽ എനിക്കത് നിരാശയെ വരുന്നില്ല. മനസ്സിലായില്ല, നമ്മൾ അഭിനയിക്കുന്നുണ്ട്, നമ്മൾ സ്ക്രീനിൽ എത്തിയിട്ടില്ല. നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ സാധ്യതകൾ അതേ ഉള്ളൂ. അങ്ങനെ പോയാൽ മറ്റുള്ളവർ കണ്ടിട്ടില്ല, അത്രേ ഉള്ളൂ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കത് കിട്ടാത്തൊരു വിഷമമില്ല, എന്നെ കാണിക്കാത്തൊരു വിഷമം. സെലക്ട് ചെയ്ത ആദ്യ സിനിമയിൽ ബാലതാരമായിട്ടും അത് നടക്കാതെ പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്യാമറയിൽ മുന്നിലെത്തി അഭിനയിച്ചു. 34 വർഷത്തിനപ്പുറത്ത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ചെയ്യാൻ പറ്റി. അതാ ഞാൻ പറഞ്ഞത്, ആ സ്ലോപ്പ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ സ്ലോപ്പ് അതാണ്. അവിടെ നിന്ന് ഇങ്ങനെ വീണ് ഉരുണ്ട് കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര അതൊരു പ്രോസസ്സാണ്. അങ്ങനെ കറങ്ങി വരിക എന്നുള്ളത് ഭയങ്കര ഭംഗിയുള്ളൊരു സാധനമാണ് ചിന്തിക്കുമ്പോൾ. അത്രേ ഉള്ളൂ, കാര്യം അത്രേ ഉള്ളൂ. അല്ല നമ്മൾ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ ആ സമയത്ത് എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ആക്കി തീർക്കണമെന്നുള്ള സിനിമ തീരുമാനിക്കും. ആ സിനിമയിൽ കൃത്യമായ സമയത്ത് കൃത്യമായ ഒരു പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുള്ളത് അതൊരു ഒരു ടൈമിൻ്റെ കാര്യം തന്നെയാണ്. സിനിമ തീരുമാനിക്കുന്ന പോലെയാണ്. അത് എത്തിപ്പെടാം, ആർക്കായാലും എത്തിപ്പെടാൻ പറ്റും. പക്ഷെ അതുവരെ മൈൻഡ് കളയാതെ നിൽക്കുക എന്നുള്ളതാണ്. എത്തിപ്പെടാതെയാണ് പലരും നിരാശപ്പെട്ട് പിൻവാങ്ങുന്നത്. ചിലപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നിരിക്കാം, പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുള്ളൂ, നമ്മളിവിടെ എത്തി, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഫീൽ ആവുള്ളൂ. പക്ഷെ പലരും ഈ പറഞ്ഞൊരു ടൈം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് 2 കൊല്ലത്തിനകത്ത് എനിക്ക് സിനിമാക്കാരനാണ്. എവിടെ അത് സിനിമ തീരുമാനിക്കും. ആ 2 കൊല്ലം തീരുമാനിച്ചിട്ട് ചിലപ്പോൾ 6 മാസം കൊണ്ട് അവനാവാം. പക്ഷെ ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ഊർജം കൈവിടാതിരിക്കുക മാത്രമേ ഉള്ളൂ. അത്ര മാത്രം എന്ത് വന്നാലും അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും എന്തായാലും ഇനിയും ഞെട്ടിക്കുന്ന അതിഗംഭീര റോളുകളായിട്ട് ഇനിയും വരും. ഓക്കെ തീർച്ചയായിട്ടും. താങ്ക് യു.